നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് आनंद के साथ अपने हाथों को उठाकर परमेश्वर की स्तुति करें। വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ഒരുമിച്ച് വായിക്കാം. और यूहन्ना रचित सुसमाचार उसकी 3रे अध्याय उसकी 16वीं कलम जो है आज की मनन के लिए हम परमेश्वर के वचन से पढ़ेंगे। क्योंकि परमेश्वर ने जगत से ऐसा प्रेम रखा कि उसने अपना एकलौता पुत्र दे दिया ताकि जो कोई इस पर विश्वास करे वह नष्ट न हो परंतु अनंत जीवन पाए। ആമേൻ. മലയാളത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ഒരു മൈക്കും കൂടി ഇങ്ങോട്ട് കൊടുത്തേക്കണം. माइक നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചു കേട്ടത്. और बहुत ही सुपरिचित कलम जो है आज के मनन के लिए हमने लिया है। ഇനി ആരും വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കരുത്, എന്റെ മുഖത്ത് നോക്കി. अब कोई जो है वचन की ओर देखते ना रहे, इस तरफ आपका ध्यान दे। 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏതൊരു പുസ്തകങ്ങളിലെയും അധ്യായങ്ങളിലെയും സന്ദേശം ഒരൊറ്റ വാക്യത്തിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ് യോഹന്നാൻ 3:16. और पूरे 66 जो परमेश्वर की वचन की किताबें हैं उसका पूरा संदेश जो है एक ही कलम में जो है इस कलम हम देखते हैं। തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്നാണ് മലയാള പരിഭാഷ. പക്ഷെ മറ്റു ഭാഷാന്തരങ്ങളിൽ ലോകത്തെ സ്നേഹിച്ചെന്നല്ല, ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചെന്നാണ്. और देखिए मलयालम में इस प्रकार लिखा है कि जो ताकि परमेश्वर ने अपने जगत से इतना प्यार किया कि जो कोई उस पर विश्वास करे और नाश ना हो परंतु अनंत जीवन पाए। परंतु जो अन्य भाषा में इतना लिखा है कि बहुत प्यार किया। അതുകൊണ്ട് ഞാൻ ആ വാക്യം ഒന്നുകൂടെ പറയുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. और मैं इस कलम को इस प्रकार बताना चाहूंगा कि परमेश्वर ने जगत से इतना प्यार किया कि जो कोई विश्वास करे वो नाश ना हो परंतु अनंत जीवन ഇന്ന് രാത്രി ദൈവസ്നേഹത്തിന്റെ നാനാവശങ്ങൾ പരിമിതമായ സമയത്തിന്റെ അകത്ത് ചിന്തിച്ചെന്റെ വാക്കുകൾ നിർത്താൻ ഞാൻ और ആഗ്രഹിക്കുകയാണ്. आज जो है परमेश्वर के प्यार के बारे में उसका अलग अलग दृष्टिकोण से मनन करना चाहता हूं। ഒന്ന്, ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണ്. एक तो परमेश्वर का जो प्यार है अनंत काल तक रहता है। യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാമത്തെ വാക്യം. यिर्मयाह की किताब जो है 31 के अध्याय 3री कलम जरा देखिए। യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി എന്നോട് അരുളി ചെയ്തത്. और दूर से मैं था और तब परमेश्वर की आवाज मेरी ओर आई। നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്റെ ദയ ഞാൻ നിന്നോട് ദീർഘമാക്കിയിരിക്കുന്നു. और अनंतता से मैं तुम्हें प्यार करता हूं इसलिए मेरी दया जो है मेरी दया की दृष्टि तेरी ऊपर है। എത്ര പേർക്ക് എന്നോട് ചേർന്ന വാക്കിന് ഒരു ആമേൻ പറയാൻ कितने കഴിയും? लोग इस कलम को आधार पर आमीन कह सकते हैं? ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണ്. परमेश्वर का प्यार जो है अनंत काल तक रहता है। നിത്യസ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ നിത്യത എന്താണെന്ന് അറിയണം. अनंत काल का प्रेम का अगर जानना है तो अनंत काल क्या है ये जानना जरूरी है। നിത്യത എന്ന് പറയുന്നത് ആരംഭവും അവസാനവും ഇല്ലാത്തതാണ്. अनंत काल का मतलब यही है कि जहां पे कोई आरंभ नहीं है, किसका कोई अंत नहीं है। ആരംഭവും അവസാനവും ഇല്ലാത്ത നിത്യതയെ शुरुआत के बिना और अंत के बिना के जो अनंत काल है പഠന സൗകര്യാർത്ഥം തിരുവെഴുത്ത് രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. और उसको जो है दो में भाग सकते हैं हम। ഒന്നാമത്തെ നിത്യതയ്ക്ക് നമുക്ക് പൂർവ്വകാല നിത്യത എന്ന് പേര് കൊടുക്കാം. पहला अनंत काल जो है वो पूर्व समय का अनंत काल कह सकते हैं। രണ്ടാമത്തെ നിത്യതയ്ക്ക് നമുക്ക് വരുംകാല നിത്യത എന്ന് പേര് और കൊടുക്കാം. दूसरा भाग का जो अनंत काल है भविष्य में आने वाले अनंत काल ऐसे हम नाम दे सकते हैं। പൂർവ്വകാല നിത്യതയ്ക്കും पूर्व समय की जो अनंत काल है, വരുംകാല നിത്യതയ്ക്കും भविष्य में जो अनंत काल है ഇടയ്ക്കുള്ള പീരിയഡിന് പറയുന്ന പേരാണ് സമയം. और बीच में जो समय है उसको समय करके पुकारते हैं। ആ സമയത്തിന്റെ ആരംഭമാണ് ഉൽപ്പത്തി 1:1. और इस समय का शुरुआत जो है उत्पत्ति 1:1 में देखते हैं। ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. आज में परमेश्वर ने जो है आकाश और पृथ्वी को बनाया। അത് ദൈവത്തിന്റെ ആദി അല്ല, സമയത്തിന്റെ ആദിയാണ്. वो देखिए परमेश्वर या प्रभु का प्रारंभ नहीं है, ये समय का प्रारंभ है। അങ്ങനെയാണെങ്കിൽ സമയത്തിന് മുമ്പുള്ള പീരിയഡിന് പറയുന്ന പേരാണ് അനാദി
അനാദി. मतलब देखिए समय से पहले का जो काल था उसको अनादि कर कर बोल सकते हैं. അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഭക്തൻ പാടുന്നത്, इसी कारण से भजन संगीता 90 में इस प्रकार गाया हुआ കർത്താവേ है, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ हे സങ്കേതമായിരിക്കുന്നു. परमेश्वर पीढ़ी दर पीढ़ी तो हमारा साथ है. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും पर्वत की उत्पन्न से पहले, അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുമ്പേ पृथ्वी और ब्रह्मांड को बनाने के पहले, അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. अनंत काल से परमेश्वर हैं. ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന हम ദൈവം अगर जो उस परमेश्वर की हम स्तुति करते हैं, വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്ന ദൈവം, और जो परमेश्वर का वचन जिस परमेश्वर का पहचान देता ആ है, ദൈവം സ്വയം ഭൂവായ ദൈവമല്ല. वो देखिए स्वयं अपने आप को पुकारने वाला परमेश्वर नहीं സ്വയം है. ഭൂ എന്ന് പറഞ്ഞാൽ उसका मतलब यही है, ആരും ഉളവാക്കാതെ സ്വയം ഉളവായവനെന്നാണ്. उसको किसी ने बनाया नहीं है, खुद उत्पन्न हुआ है. അങ്ങനെ സ്വയം ഉളവായവനെന്ന് വന്നാൽ ആ ദൈവത്തിന് ഒരു ആരംഭമുണ്ടെന്ന് വരും, ആരും ഉളവാക്കി ഇല്ലെന്നേ ഉള്ളൂ. और देखिए अगर कोई बोले कि इसका प्रारंभ किसी ने किया था, उसका मतलब ये हुआ कि उसका भी कोई प्रारंभ था. എന്നാൽ ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവം परमेश्वर, लेकिन हम जिस परमेश्वर की आराधना സ്വയം करते हैं, ഭൂവായ ദൈവമല്ല, वो खुद किसी ने उसको बनाया नहीं है, സ്വയം സ്ഥിതനായ ദൈവമാണ്. वो खुद अपने आप को स्थित करने वाला परमेश्वर है. ആരംഭമില്ലാത്ത ദൈവത്തെ, वो परमेश्वर जिसका कोई प्रारंभ ना हो, അവസാനമില്ലാത്ത ദൈവത്തെ, वो परमेश्वर जिसका कोई अंत ना हो, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത और किसी भी ദൈവത്തെ प्रकार का नाम उसको नहीं दिया जा ഇന്ന് सकता. രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ उस परमेश्वर की आराधना करने के लिए എന്നെ പ്രാപ്തനാക്കിയതുകൊണ്ട് സ്തോത്രം എന്ന് मुझे പറയാം. योग्य बनाए उस परमेश्वर को धन्यवाद करें. മനസ്സുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം अपने ചെയ്യാം. हाथों को उठाकर परमेश्वर को धन्यवाद करें. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം, परमेश्वर का प्यार, നിത്യ സ്നേഹം എന്ന് പറഞ്ഞാൽ अनंत काल का प्यार, उसका मतलब, അതിന്റെ ഒന്നാമത്തെ ആശയം मेरा पहला विषय यही है, അത് അനാദി സ്നേഹമാണെന്നാണ്. वो अनादि से प्यार करने वाला परमेश्वर है. നിങ്ങൾക്കത് ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ മനസ്സിലാകാൻ പ്രയാസമുള്ളതുകൊണ്ട് हो सकता है कि परमेश्वर के शास्त्र के अनुसार उसी भाषा में आपको समझ में ना आए. ഞാൻ അതിനെ ലളിതവൽക്കരിച്ച് മനസ്സിലാക്കി തരാം. मैं आपको साधारण रूप से समझाना चाहता हूँ. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നെ ആരാണ് ആദ്യം സ്നേഹിച്ചത്? मैं कई बार ये सोचता हूँ कि सर्वप्रथम मुझे किसने प्यार किया. എന്റെ മാനുഷികമായി അതിന്റെ മറുപടി എന്റെ അമ്മയാണ് എന്നെ ആദ്യം സ്നേഹിച്ചത്. मानसिक रूप से अगर मैं सोचूं तो मुझे यही लगेगा कि मेरी माँ ने എന്റെ मुझे അമ്മ सबसे पहले എപ്പോഴാ प्यार എന്നെ किया. സ്നേഹിച്ചത്? परंतु मेरी माँ ने मुझे प्यार कब किया? എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ, मैं अपनी माँ के कोख में था उसी समय എന്റെ से. അമ്മ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പം മുതൽ जब मेरी माँ को समझ में आया कि वो गर्भवती അമ്മ है, എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. तब से मुझे प्यार करने लगा. ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞുകൂടാ. ये भी नहीं पता था कि लड़का है എന്റെ लड़की है, മുഖമൊന്നും എന്റെ അമ്മ കണ്ടിട്ടില്ല. और ये कैसा हूँ वो भी नहीं पता था. പക്ഷെ എന്റെ അമ്മ ഛർദ്ദിച്ചതിന് കയ്യും കണക്കും ഉണ്ടോ? परंतु वो कितना उल्टी करती थी उसका कोई हिसाब नहीं എത്ര था. ത്യാഗോജ്ജലമായ ഒരു ജീവിതം അമ്മ നയിച്ചത്. और उस गर्भ के समय में कितना त्याग सहन करना पड़ा. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിട്ട് എത്ര ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ട്. बहुत सारे भोजन पसंद थे, परंतु गर्भ में होने के कारण खाना नहीं खा पा रही എന്ത് थी. വേദന തിന്നാ എന്നെ പ്രസവിച്ചത്. और कितना दर्द सहन कर कर मुझे पैदा किया. അത് എന്നോടുള്ള അമ്മയുടെ സ്നേഹമാണ്. वो मेरी माँ जो है मुझे प्यार करती थी इसलिए किया. എന്റെ അപ്പനാണ് പിന്നീട് എന്നെ സ്നേഹിച്ചതെന്ന എന്റെ ചിന്ത. और मैं ऐसा सोचता हूँ कि उसके बाद मेरे पिता ने मुझे प्यार किया. എപ്പോഴാ എന്റെ അപ്പൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? मेरे पिता ने मुझे कब प्यार किया? എന്റെ അമ്മ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്റെ അപ്പൻ എന്നെ സ്നേഹിക്കാൻ जब തുടങ്ങി. उनको पता चला कि मेरी माँ गर्भवती है तब से प्यार किया. എന്റെ മാതാപിതാക്കളുടെ മൂത്ത മകനായി മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് और मेरे माता पिता के पहला पुत्र बनकर बाहर आने के बाद എന്റെ അപ്പനും അമ്മയും എന്റെ മുഖം കണ്ടവരുടെ മൂത്ത മകൻ എന്ന നിലയിൽ എന്നെ സ്നേഹിക്കാൻ और मेरा തുടങ്ങിയത്. चेहरा देखकर ये मेरा पहलौता पुत्र है कर प्यार करने लगे. ഞാൻ ഈ മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് എന്റെ വല്യപ്പന്മാരും വല്യമ്മമാരും എന്നെ സ്നേഹിക്കാൻ और തുടങ്ങിയത്. मैं मिट्टी में आने के बाद मेरे दादा दादी ने मुझे प्यार किया. എനിക്ക് 3 സഹോദരങ്ങൾ അവർ ഉണ്ടായ ശേഷമാണ് അവർ എന്നെ സ്നേഹിക്കാൻ मेरे തുടങ്ങിയത്. 3 भाई हैं, तीनों भाई मेरे पैदा होने के बाद जो मुझे प्यार करने लगे. ഞാനൊരു സഭയിൽ ചെന്ന ശേഷമാണ് എന്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കാൻ मैं തുടങ്ങിയത്. ये कलीसिया का सदस्य बनने के बाद वहां के पासवान ने मुझे प्यार किया. അതിനുശേഷമാണ് എന്റെ കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. और उसके बाद जो है सविश्वासी ने मुझे प्यार किया. ഞാൻ വിവാഹം കഴിച്ച ശേഷം
ശേഷമാണ് എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കാൻ और തുടങ്ങിയത്. पासबान के ब्याह के बाद जो उनकी पत्नी ने उनको प्यार किया, എനിക്ക് 2 പെൺമക്കളാണ്, അവരുണ്ടായ ശേഷമാണ് അവരെന്നെ സ്നേഹിക്കാൻ पासबान की തുടങ്ങിയത്. 2 बेटियां हैं, उनके जन्म के बाद उन्होंने प्यार करना शुरू എന്നാൽ ഇന്ന് किया. രാത്രി സന്തോഷത്തോടെ ഞാൻ പറയാം, लेकिन आनंद के साथ मैं कहना चाहूंगा, എന്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, मेरे बच्चे मुझे प्यार करने से എന്റെ पहले, ഭാര്യ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, मेरी पत्नी मुझे प्यार करने എന്റെ से पहले, പാസ്റ്റർ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, मेरे पासबान मुझे प्यार എന്റെ करने से पहले, കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, मेरे सहविश्वासी मुझे प्यार എന്റെ करने से സഹോദരങ്ങൾ पहले, എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, मेरे मित्रगण मुझे प्यार करने എന്റെ से അപ്പൻ पहले, എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, मेरे पिता मुझे प्यार करने से എന്റെ അമ്മ पहले, എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, मेरी माँ मुझे प्यार എന്റെ करने से വല്യപ്പൻ पहले, എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, मेरे दादा मुझे प्यार करने എന്റെ से വല്യമ്മ पहले, എന്നെ സ്നേഹിക്കുന്നതിന് मेरी മുമ്പ്, दादी मुझे प्यार करने से എന്റെ पहले, പൂർവികർ ഉണ്ടാകുന്നതിന് മുമ്പ്, और मेरे पहचान से അല്ല पहले, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, पर्वत बनने से पहले, എന്റെ ദൈവം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുമ്പേ और मेरे परमेश्वर इस पृथ्वी को पूरा ब्रह्मांड को बनाने से पहले, അനാദിയിലെ എന്നെ സ്നേഹിച്ചു. वो अनंत काल से मुझे प्यार करता ആ है. സ്നേഹമാണ് ഇന്ന് രാത്രി പുൽപിറ്റിൽ നിൽക്കാൻ, वो प्यार के कारण यहाँ पर हम खड़े ഈ हैं. കസാരയിൽ ഇരിക്കാൻ यही प्यार है, इस कुर्सी पर हम बैठते हैं. എനിക്കും നിങ്ങൾക്കും അവസരം ലഭ്യമായതെന്നോർത്ത് അധരം തുറന്ന് ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപയുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിപ്പുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और इस प्यार के कारण हम इस योग्य बने हैं, ये सोचकर कितने लोग तैयार हैं परमेश्वर की स्तुति करने के लिए. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നിത്യ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി और സ്നേഹമാണ്. परमेश्वर का प्यार अनंत काल से, उसका मतलब जो है वो अनंत काल तक रहने वाला परमेश्वर का प्यार 2 है. ദൈവത്തിന്റെ സ്നേഹം परमेश्वर का प्यार जो है നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ, अनंत काल का प्यार, उसका मतलब ഞാനൊരു ഇടുക്കി ജില്ലക്കാരനായതുകൊണ്ട് എന്റെ ഒരു പ്രയോഗം അതിനങ്ങ് परमेश्वर കൊടുക്കുകയാണ്. की दास इടുकी है, इसलिए वहाँ इടുकी से है, इसलिए उनका वहाँ का भाषा में आपको समझाने की कोशिश करेंगे. കാലേ കൂട്ടിയുള്ള സ്നേഹമാണ്. കാലേ കൂട്ടിയുള്ള സ്നേഹം. बोले पहले से जो प्यार है, എന്റെ ഈ കാലേ കൂട്ടിയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, उसका मतलब क्या है? സ്നേഹിക്കപ്പെടാൻ എന്നിൽ യോഗ്യതകളൊന്നുമില്ലാതിരിക്കെ, जब प्यार करने के लिए कोई योग्यता नहीं था, എന്റെ അയോഗ്യതകളൊന്നും പരിഗണിക്കാതെ मेरे अयोग्यता को अनजान कर എന്നെ ഏകപക്ഷീയമായി ഇങ്ങോട്ട് സ്നേഹിച്ച സ്നേഹമാണ്. मुझे सामने से प्यार करने वाला प्यार है. പ്രിയരേ, എന്റെ ദൈവത്തിന്റെ സ്നേഹം. वो है मेरा परमेश्वर का प्यार. എത്ര പേർക്ക് നിറകണ്ണുകളോട് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം कितने പറയാൻ लोग अपनी കഴിയും? आंखों में आंसू भरकर परमेश्वर की स्तुति कर सकते हैं. വേദപുസ്തകത്തിൽ നിന്ന് 2 തെളിവുകൾ അതിന് ബോധബലകമായി ഞാൻ തരാം. परमेश्वर के वचन से 2 जो है सबूत देना चाहूंगा. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വായിക്കേണ്ട ഞാൻ പറയാം. 11-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. यूहन्ना रचित सुसमाचार उसकी 11वीं अध्याय 5वीं कलम पढ़ने की जरूरत नहीं है, मैं पूरी कहानी बता दूंगा आपको. എടുത്തെങ്കിൽ വേണമെങ്കിൽ ഒന്ന് വായിച്ചു, നല്ല കാര്യം. अगर ले लिया है तो आप पढ़ सकते हैं. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. വളരെ നന്ദി. यीशु ने मार्था, मरियम और लासर को प्यार किया. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. उस कलम को जरा ध्यान दे. യേശു മാർത്തയെ സ്നേഹിച്ചു. यीशु ने मार्था से प्यार किया. 2 അവളുടെ സഹോദരിയെ സ്നേഹിച്ചു. दूसरा उसकी बहन से प्यार किया. അർത്ഥാൽ മറിയെ സ്നേഹിച്ചു. और मरिया को भी प्यार किया. 3 ലാസറിനെയും സ്നേഹിച്ചു. तीसरा ये लिखा है कि लासर से भी प्यार किया. ലാസറിനെ എപ്പോഴാ സ്നേഹിച്ചേ? लासर से प्यार कब किया? ലാസർ ഉയർത്തെഴുന്നേറ്റ ശേഷമാണോ സ്നേഹിച്ചേ? क्या लासर का जी उठने के बाद उससे प्यार किया? അല്ല, തിരുവെഴുത്ത് പറയുന്നു ലാസർ ദീനമായി കിടക്കുമ്പോൾ സഹോദരിമാർ ആളയച്ച് പറയിപ്പിക്കുകയാണ്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. नहीं, ऐसा नहीं है. वहां पर इस प्रकार लिखा है कि जो है अपनी बहन जो है, जब लासर बीमार था, इस प्रकार संदेश भेजा कि आपके प्रिय लासर जो है बीमार है. മാനുഷികമായി നിങ്ങൾ ആ ഭാഗം ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ. इंसानी तौर से उस वचन को जरा देखोगे, കർത്താവ് മാർത്തയെ സ്നേഹിച്ചതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. हम परमेश्वर ने मार्था से प्यार किया, उसमें हम 2 राय नहीं है. കാരണം മാർത്തയെ പോലെയുള്ള ഒരാളെ ആരും സ്നേഹിച്ചു പോകും. क्योंकि मार्था का विशेषता यही है कि कोई भी उसे प्यार कर दे. എന്താ മാർത്തയുടെ പ്രത്യേകത? मार्था का खासियत क्या है? വീട്ടിൽ വരുന്ന അതിഥികളെ ഹാർദവമായി സ്വീകരിക്കും. जिस घर में कोई अतिथि आते हैं तो बहुत आदर के साथ स्वीकार करते हैं അവർക്ക് ഹൃദ്യമായ ശുശ്രൂഷ ചെയ്യും. और दिल से जो है व्यवहार करते थे. എന്ന് പറഞ്ഞാൽ ഭൗതിക കാര്യത്തിൽ
വച്ചു വിളമ്പിക്കൊടുത്ത് അതിഥികളെ സൽക്കരിക്കാൻ മുൻപന്തിയിലാണ് മാർത്ത. मतलब मार्था का इस प्रकार का विशेषता है कि अतिथि की वो जो है तो उसको अच्छी तरीके से देखभाल करती थी वो। യേശു കർത്താവും ശിഷ്യന്മാരും പല പ്രാവശ്യം ആ വീട്ടിൽ ചെന്നിട്ടുണ്ട്. അപ്പൊ ത്യാഗനിർഭരമായ നിലയിൽ യേശുവിനെയും ശിഷ്യന്മാരെയും വെച്ചു വിളമ്പി കൊടുത്തവള് और സൽക്കരിച്ചിട്ടുണ്ട്. यीशु और उनके शिष्य कई बार जो है मार्था के भवन में आए हैं और वो जो है बहुत सम्मान के साथ त्याग के साथ जो है उनकी सेवा की थी. മറിയെ സ്നേഹിച്ചതിന് നമുക്ക് തെറ്റ് പറയാൻ अब പറ്റില്ല. मरिया को भी परमेश्वर ने प्यार किया था, उसमें भी दो राय नहीं है. മറിയയ്ക്കുമുണ്ടൊരു യോഗ്യത. उसकी योग्यता क्या है? എപ്പോഴൊക്കെ കർത്താവിനെ അരികിൽ കിട്ടുന്നു जब कभी वो परमेश्वर के पीछे थी അപ്പോഴൊക്കെ തൃപ്പാദപീഠത്തിങ്കിലിരുന്നവൾ തിരുവചനം പഠിക്കും. तब जो कि परमेश्वर के कदमों में बैठकर परमेश्वर से वचन का मनानी करती थी. ആത്മീകമായി വളരാനുള്ള താല്പര്യമുള്ള ആളാണ് മറിയ. और मरिया एक ऐसी स्त्री थी जो आत्मिकता में बढ़ने के लिए बहुत बड़ी चाहत थी उसको. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, मैं कई बार सोचता हूँ ദൈവമേ ഇത് രണ്ടും കൂടെ ഒരാൾക്ക് ഗുണമായിട്ടുണ്ടായിരുന്നെങ്കിൽ. अगर ये दोनों गुण अगर किसी एक में है तो. മാർത്തയ്ക്ക് ഭൗതികമാണ് ഗുണമായിട്ടുള്ളത്, सोचे मार्था को भौतिक बातों में गुण പക്ഷെ था ആത്മീക കാര്യങ്ങളോട് താല്പര്യമില്ല. परंतु आत्मिक बातों में उसका ध्यान नहीं മറിയ था. ആത്മീക കാര്യങ്ങളിൽ മുൻപന്തിയിലാണ്, मरियम जो है वो आत्मिक बातों में आगे है പക്ഷെ ഭൗതിക കാര്യങ്ങളിൽ കണ്ണടച്ചു വിടും. परंतु भौतिक बातों में उसका ध्यान नहीं था. ചില മനുഷ്യർ ഇങ്ങനെയാണ്. कई लोग ऐसे ही हैं. ഉപവാസം പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ചിലർ ആലയം വിട്ടു പിരിയാതെ ഉപവസിക്കും. कई बात अगर उपवास प्रार्थना है तो हमेशा परमेश्वर के दरबार में ही रहते हैं. പക്ഷെ ഒരു വേലസ്ഥലത്തെ നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അഹമ്മദാബാദിൽ കാണുകയല്ല, അവർ സൂററ്റില് അത്യാവശ്യത്തിന് പോകും. परंतु अगर बोले कि देखिए कहीं पर हमें धन देना है, मदद करना है सुसमाचार के लिए, तो कहेंगे नहीं नहीं हम सूरत में हैं अभी. ചിലരെ കൈ അയച്ച് മിഷൻ പ്രവർത്തനങ്ങളെയൊക്കെ സഹായിക്കും. कई लोग ऐसा है कि जो है हाथ दिल खोलकर जो है मिशन के लिए कामों में धन വേണേ देते हैं ലോൺ എടുത്തും കൂടെ കൊടുക്കും. और हो सकता है ब्याज में पैसा लेकर मदद करे. പക്ഷെ സുവിശേഷ യോഗ ഉപവാസ പ്രാർത്ഥന ആത്മീക കൂട്ടായ്മകൾ എന്ന് പറയുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലേക്ക് പോകും, ഇവിടെ കാണില്ല. परंतु जब आत्मिक बातें आती है, आत्मिक संगति की बात या उपवास प्रार्थना आती है तो बार बार छुट्टी लेकर कहीं और चले जाते ചിലർ हैं. ആത്മീക കാര്യങ്ങളിൽ മുൻപന്തിയില്ല, मतलब कई लोग आत्मिक बातों में आगे हैं ഭൗതിക കാര്യങ്ങളിൽ പിറകോട്ടാ. और भौतिक बातों में पीछे ചിലർ हैं. ഭൗതിക കാര്യങ്ങളിൽ മുൻപില്ല, कई लोग भौतिक बातों में आगे हैं പക്ഷെ ആത്മീക കാര്യങ്ങളിൽ വളരെ ഉദാസീനരാണ്. परंतु आत्मिक बातों के लिए बहुत जी है आलसी हैं. ഒറ്റ ജീവിതമേ നമുക്കുള്ളൂ. देखिए एक ही जीवन है. ഒരിക്കൽ നാം കർത്താവിന്റെ അടുക്കൽ നിൽക്കേണ്ടതാണ്. एक बार हमें परमेश्वर के सामने खड़े रहना है. നമ്മുടെ കർത്താവ് നമ്മുടെ കാര്യം തീർക്കുന്ന ഈ ഒരു ദിവസമുണ്ട്. ऐसा है दिन आएगा जब परमेश्वर हमसे हिसाब मांगेगा. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസി എന്ന് വിളി കേൾക്കണ്ടേ? हमें ये सब नाम सुनना है परमेश्वर के जबान से कि अच्छा और विश्वास ഇന്ന് योग्य. രാത്രി ആ കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്തെന്ന് പറ. हमने हाथों को उठाकर ये कहे ആത്മീക കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും आत्मिकता में और भौतिकता में കർത്താവേ അങ്ങയോട് വിശ്വസ്തനായിരിക്കാൻ വിശ്വസ്തയായിരിക്കാൻ ഈ രാത്രി എനിക്ക് കൃപ തരണമേ. हे परमेश्वर उन दोनों बातों में विश्वास योग्य बनने के എത്ര लिए പേർക്ക് हमें ആദരം कृपा दे തരുന്ന परमेश्वर. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം कितने ചെയ്യാൻ लोग കഴിയും. तैयार है इस बातों के लिए? അപ്പൊ മാർത്തയ്ക്കും മറിയയ്ക്കും ഓരോ ഗുണഗണങ്ങളുണ്ട്. मतलब मार्था और मरिया दोनों में कई विशेषताएं हैं, പക്ഷെ അവരെ മാത്രം സ്നേഹിച്ചെന്നല്ല, परंतु ऐसा नहीं लिखा कि केवल उनसे ही प्यार किया. ലാസറിനെയും സ്നേഹിച്ചു. लासर को भी प्यार किया. എന്റെ ചോദ്യം, ലാസറിനെ സ്നേഹിക്കാൻ അപ്പോൾ അവനിൽ എന്ത് अब യോഗ്യത? मेरा सवाल यह है कि लासर को प्यार करने में उनके पास कौन सी പല विशेषता है? പ്രാവശ്യം യേശു ആ വീട്ടിൽ ചെന്നു, कई बार यीशु मसीह उस घर में गए, ഭൗതികമായ ഒരു ഗുണവും ഉണ്ടായില്ല. भौतिक कोई मदद नहीं किया. ആത്മീകമായി വളരാൻ എന്ത് അവസരങ്ങൾ അവനുണ്ടായിരുന്നു, आत्मिकता में बढ़ने के लिए कितने मौके थे, പക്ഷേ ഫലപ്രദമായി അവൻ അത് വിനിയോഗിച്ചില്ല. परंतु उसने समय का उपयोग नहीं किया. എന്നിട്ടും തിരുവെഴുത്ത് പറയുന്നു, परंतु फिर भी परमेश्वर യേശു का वचन कहता है ലാസറിനെയും സ്നേഹിച്ചു. यीशु ने लासर को भी प्यार किया. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? मतलब उसका मतलब क्या है? വർത്തമാനകാലത്ത് അവനെ സ്നേഹിക്കാൻ അവനിൽ യോഗ്യതകളൊന്നും ഇല്ലെങ്കിൽ പോലും आज के समय में या तो इस समय में उसको प्यार करने में उसके लिए इसके अंदर कोई विशेषता ना भी हो, നാളുകളുടെ നീളകളിൽ അവൻ തന്റെ കൂടെ പന്തിക്കിരിക്കേണ്ടുന്നവനാണെന്നും भविष्य काल में देखिए वो परमेश्वर के साथ जो है भोजन के लिए बैठने वाला एक व्यक्ति തന്റെ होगा. മഹത്വം അവനിലൂടെ വെളിപ്പെടാനുണ്ടെന്നും परमेश्वर का महिमा उसके द्वारा जो है आने वाला है कर തീർന്നില്ല, അവനിലൂടെ ഒരു വലിയ യഹൂദ സമൂഹം തന്നിൽ വിശ്വസിപ്പാൻ ഉണ്ടെന്നും അറിയാവുന്ന കർത്താവ് और उस व्यक्ति के द्वारा यहूदियों के बीच में बहुत बड़ा विश्वास उत्पन्न होने वाला है, ये समझते हुए അവന്റെ അപ്പോഴത്തെ അയോഗ്യതകൾ ഓർക്കാതെ അവനെ കാലെ കൂട്ടി സ്നേഹിച്ചു. ആ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹമെന്നോർത്ത് ദൈവത്തിന് നന്ദി പറയാൻ കൃപ ലഭിച്ച് എത്ര പേര് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. और उसका वर्तमान काल में ना भी कोई विशेषता होने के बावजूद भी उसका भविष्य के बारे में सोचकर जो है परमेश्वर ने प्यार किया, उस
प्यार हमारे जीवन में है कर कितने लोग विश्वास करते हैं। എന്നോട് ചേർന്ന് എത്ര പേർക്ക് അതിന് ആമേൻ कितने പറയാൻ लोग കഴിയും? साथ मिलकर परमेश्वर की आराधना स्तुति कर सकते हैं। മറ്റൊരു ഉദാഹരണം കൂടെ തിരുവെഴുത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരാം. वचन से एक और उदाहरण देना चाहते हैं। യേശു ഗദരദേശത്തേക്ക് ചെല്ലുകയാണ്. गदर के देश में यीशु मसीह जा रहा है। 6000 ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ യേശുവിനെ എതിരേറ്റ് വരികയാണ്. एक ऐसा इंसान जिसके अंदर 6000 से ज्यादा भूत अंदर हैं। ഭൂതങ്ങളെല്ലാം കൂടെ അവനെ കൊണ്ട് കർത്താവിനോട് പറയിപ്പിക്കുകയാണ്. ये भूत या तो ये दुष्ट शक्ति के कारण ये इंसान यीशु को कहता है, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? समय से पहले तू क्या हमें दंड देने आया है? പാതാളത്തിലോട്ട് പോകാൻ ഞങ്ങളോട് പറയരുത്. ये मत बोलना कि तू पाताल लोक में चले जाए। കുറച്ച് പന്നികൾ അവിടെ മേയുന്ന അങ്ങോട്ട് പോകാൻ ഞങ്ങളോട് പറ. वहां पर बहुत सारे सुअर है, तू हमको उधर भेज दे। എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. और आश्चर्यजनक एक बात वहां पर है, ഭൂതങ്ങൾ കർത്താവിനോട് ചോദിച്ചതുകൊണ്ട് ये भूत लोग परमेश्वर से पूछते हैं इसलिए। അന്നാ പിന്നെ നിങ്ങൾ പന്നികളിലേക്ക് പോകണ്ട, കഴുതയിലോട്ട് പോകാൻ കർത്താവ് പറഞ്ഞില്ല. परमेश्वर ने ये नहीं कहा कि नहीं सुअर के पास नहीं गधे के पास जाओ, ऐसा नहीं कहा। ഭൂതങ്ങളാണെങ്കിലും അപേക്ഷിച്ചാൽ ചിലപ്പോൾ അങ്ങ് സാധിപ്പിച്ചു കൊടുത്തേക്കും. भले भूत हो लेकिन परमेश्वर से अगर आप अनुरोध करोगे तो परमेश्वर हो सकता है कि आपको बात मान ले। ചിലര് പറയുന്നത് ഞാൻ ഇങ്ങനൊക്കെ ജീവിച്ചിട്ടും ദൈവം ഞാൻ ചോദിക്കുന്നതെല്ലാം തരുന്നുണ്ടല്ലോ. और कई लोग इस प्रकार सवाल करते हैं, हम कैसे भी जिए परमेश्वर तो हमारी बात सुनते हैं। എങ്ങനെയും ജീവിച്ചിട്ട് ദൈവം ചോദിക്കുന്നതെല്ലാം തരുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളെ അംഗീകരിച്ചു എന്നതിന് തെളിവല്ലത്, അത് മാനദണ്ഡമാകരുത്. ജീവിച്ചാൽ മാത്രമേ നിത്യതയിലെത്താൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥനയുടെ മറുപടി അല്ല ദൈവം നമ്മെ അംഗീകരിച്ചു എന്നതിന്റെ തെളിവെന്ന് ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ എന്നോട് ചേർന്നതിന് ആമേൻ പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और देखिए कैसे भी जीकर, जैसे भी जो भी करना है जीकर, ये आप बयान करते हैं कि परमेश्वर हमारा प्रार्थना सुनता है, हमारी बातें सुनते। ये कोई देखिए सबूत नहीं है कि परमेश्वर ने आपको स्वीकार किया है कर देखिए। 6000 പന്നികൾ ഭൂതങ്ങൾ ചെന്ന് കയറിയത് 2000 പന്നികളിലാണ്. ये 6000 जो भूत जो हैं ये 2000 सुअर के अंदर घुस गए। അപ്പൊ സാമാന്യ കണക്കനുസരിച്ച് अब गणित के हिसाब से ഓരോ പന്നികളിൽ 3 ഭൂതങ്ങൾ വീതം हर കയറിയിട്ടുണ്ട്. एक सुअर के अंदर 3 भूत जो है सवेश हो गई। ഭൂതങ്ങൾ 6000, भूत जो है 6000, പന്നികൾ 2000, सुअर थे 2000, ഓരോന്നിലും 3 വീതം കയറി. हर एक में 3 भूत गए। 3 ഭൂതങ്ങൾ വീതം ഓരോ പന്നിയിലും കയറിയപ്പോ 3 भूत एक ही सुअर में जब घुस गए, പന്നികൾ തീരുമാനിച്ചു ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ചത്തേക്കാം. सुअर ने ऐसा निर्णय ले लिया अभी जीकर कोई फायदा नहीं है, मर जाते हैं। 2000 എണ്ണവും ഒരുപോലെ കടലിൽ ചാടി ചത്തു. 2000 सुअर एक साथ जो है समुद्र में गिर गए और നമ്മുടെ मर गए। നാടൻ ഭാഷ പറഞ്ഞ ആത്മഹത്യ ചെയ്തു. और हमारी भाषा में आत्महत्या किया। 1999 അല്ല, 1099 नहीं, 2000 എണ്ണവും ഒരുപോലെ ചാടി ചത്തു. 2000 सुअर एक साथ जो है मर गए। അപ്പൊ ഈ പന്നികൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ये सुअर को तो ये भी नहीं पता आत्महत्या क्या है। പന്നികൾക്കെന്നല്ല, ഒരു നാൽക്കാലികൾക്കും ഒരു ഇഴജാതികൾക്കും ഒരു പക്ഷിവർഗത്തിനും ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. सुअर को ही नहीं, कोई भी जंतु हो, कोई भी प्राणी हो, कोई भी पक्षी हो, जानवर हो, उनको पता ही नहीं है कि आत्महत्या क्या है। നിങ്ങളുടെ വീട്ടിലെ ഒരു നായ്ക്കുട്ടികൾക്ക് നിങ്ങളൊരു അടി കൊടുത്തു. आप सोच लो कि आपके घर में कुत्ता है और आपने बहुत मार लिया। ഇത്രേ നാള് വാല് പറഞ്ഞു പോകുന്നത് പോലെ ഞാൻ വാലാട്ടി സ്നേഹം കാണിച്ചിട്ട് और ये कुत्ता सोचेगा कि इतना मैंने पूंछ हिलाया इस सांप के पीछे, ഒരു കരുണയും കാണിക്കാതെ എന്നെ നിഷ്കരണം തല്ലിക്കളഞ്ഞു. कोई भी दया नहीं दिखाया, बहुत मार पड़ी आज। അതുകൊണ്ട് ഇനി ഞാൻ പോയി ചാകുക എന്നും പറഞ്ഞ് अब ये नहीं कहता कि चलो आज मुझे अभी जीना नहीं है। ഒരു നായയും വണ്ടിയുടെ ടയറിന്റെ അടിയിൽ തല വെച്ച് ചാകില്ല. कोई भी कुत्ता जो है अपने सर को गाड़ी के नीचे रखकर मरेगा नहीं। കാരണം അതുങ്ങൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. क्योंकि उनको यही नहीं पता कि आत्महत्या क्या है। ആത്മഹത്യ എന്താണെന്ന് അറിയാൻ പോയിട്ട് ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാ. आत्महत्या तो छोड़ो, जीवन क्या है वो भी उनको नहीं पता। ജനിച്ചു പോയത് കൊണ്ട് ജീവിക്കുന്നു, ചാകുമ്പം ചാകുന്നു എന്നുള്ളതല്ലാതെ उनको तो उतना ही है कि जिया है, जीवन है तो जी लेते हैं, जब मरना है तो मर लेंगे। അതിനപ്പുറത്ത് ജീവിതത്തെ കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. उसके आगे जीवन के बारे में कोई मानसिकता नहीं है। അറിഞ്ഞുകൊണ്ട് ഈ ബ്രഹ്മാണ്ട ഘടകത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുന്നത് മനുഷ്യനും മാത്രമാണ്. केवल इंसान ही एक ऐसा जीवन है जो जानबूझकर इस अपने जीवन को त्याग कर सकता है। പന്നികൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ मतलब सुअर को ये नहीं पता कि आत्महत्या क्या है। 2000 എണ്ണവും ഒരുപോലെ കടലിൽ ചാടി ചാകാൻ കാരണം എന്താ? फिर ऐसा क्यों कि
हर 2000 सुअर ने अपना जान को दे പന്നികളുടെ दिया। സ്വഭാവമല്ല, देखिए ये सुअर का विशेषता അതിൽ नहीं है, കയറിക്കൂടിയ ദുരാത്മാവിന്റെ പ്രവണതയതാ. ये उसके अंदर जो दुष्ट शक्ति घुस गई है उसका कार्य ഈ है। ദുരാത്മാവിന്റെ പ്രത്യേകത എന്താ? ये दुष्ट शक्ति की खासियत क्या ഇത് है? കയറുന്നതിനെ കൊല്ലുന്നതാണ്, जिसके अंदर प्रवेश करता है उसको मार देता ഇത് है, കയറിക്കൂടുന്നതിനെ ആത്മഹത്യ और ചെയ്യിപ്പിക്കുന്നതാണ്. इसके अंदर जहां पर ये प्रवेश होता है उसको आत्महत्या करने के लिए दबाव देता है। ഭൂതങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു പഠനമാണ്. परमेश्वर का वचन बहुत अच्छी तरीके से कहता है कि भूत क्या क्या कर सकते ഇന്ന് हैं। രാത്രി ഞാൻ വിളിച്ചു പറയാം, मैं आपको कहना चाहूंगा, കൊലപാതകങ്ങളുടെ പിറകിൽ, आत्महत्या के पीछे, ആത്മഹത്യകളുടെ പിറകിൽ आत्महत्या के पीछे, കുടിയിരിക്കുന്നത് പൈശാചിക ദുർഭൂതങ്ങളാണ്. इसके पीछे देखिए दुष्ट शक्तियां काम करती സ്വർഗ്ഗത്തിനും हैं। ഭൂമിക്കും നാഥനായ जो स्वर्ग और पृथ्वी के जो नाथ है, നസറയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम है। അങ്ങനെ തോന്നലുകൾ ഉളവാകത്തക്ക നിലയിൽ इस प्रकार का अगर आपके दिमाग में सोच है ഏതെങ്കിലും तो കുടുംബങ്ങൾക്കെതിരെ കുടുംബങ്ങൾക്കെതിരെ വ്യക്തികൾക്കെതിരെ കുടിയിരിക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ നസറയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ശക്തികൾ അഴിഞ്ഞു മാറാൻ ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. കർത്താവിന്റെ രക്തത്താൽ ആ പൈശാചിക മണ്ഡലത്തെ ഈ രാത്രി ഞങ്ങൾ നിർവീര്യമാക്കുകയാണ്. किसी इंसान के अंदर, किसी कलीसिया के, किसी जो है कुटुंब के अंदर इस प्रकार की आत्महत्या का या तो आत्महत्या करने का सोच आपके दिमाग में है तो यीशु नासरी के नाम में इस सोच को जो है हम संत लोग मिलकर डांट देते हैं। എന്നോട് ചേർന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ हमें विश्वास करने, हमारे साथ विश्वास करने वाले लोग, അടിച്ച് അല്പനിമിഷം അധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. हाथों अपनी तालियों बजाकर परमेश्वर की स्तुति करेंगे हम। ആ നിലകൾ ഉയർന്നു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിർവീര്യമാകട്ടെ. यहाँ पर खड़े जितने भी अंधकार की शक्ति है यीशु मसीह के नाम में शून्य हो जाए। ओ रबला बला बशौड़ा बला बला गाला बला बश उड़ा बला बला बशौड़ा बला बला जीवाला बला 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 खौड़ा बला बला रिखा उड़ा बला बला बशौड़ा बला बला जीवाला बला बला यीशु के लहू में जय। हालेलुया ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ എല്ലാവരും ആ ചിന്തയിൽ എന്റെ കൂടെ ഒന്ന് വന്നേ. और मेरे साथ उस विचारधारा में आप भी आ जाएं। ഒരു പന്നിയിൽ 3 ഭൂതങ്ങൾ വീതം കയറിയപ്പോ हर एक सुअर में 3 दुष्ट आत्माएं जब घुसी പന്നികള് കടലിൽ ചാടി ചത്തെങ്കിൽ ആത്മഹത്യ ചെയ്തെങ്കിൽ और सुअर लोगों ने अगर आत्महत्या किया तो അത് ആത്മഹത്യാ പ്രവണത വരുത്തുന്ന ദുരാത്മാവായിരുന്നെങ്കിൽ आत्महत्या का दबाव देने वाला दुष्ट शक्ति है ഇതേ तो ദുരാത്മാക്കൾ ये जो दुष्ट शक्तियां हैं ഈ മനുഷ്യനിൽ വർഷങ്ങളായി കുടിയിരിക്കുകയല്ലായിരുന്നു. ये शक्तियां जो है इस इंसान के अंदर सालों से घुसी हुई थी। എന്തിനാ അവനിൽ കുടിയിരുന്നേ? उस विशेष व्यक्ति के अंदर क्यों था? അവനെ ജീവിപ്പിക്കാനാണോ? क्या उसको जीवन देने के लिए അല്ല, था? അവനെ കൊല്ലാനാ കുടിയിരുന്നേ. नहीं, उसको मारने के लिए था। അവനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാനാ കുടിയിരുന്നേ. उसको आत्महत्या करवाने के लिए उसके പക്ഷേ अंदर घुसा था। എന്നിട്ട് എന്തേ ആ ദുർഭൂതങ്ങൾക്ക് അവനെ കൊല്ലാൻ പറ്റിയില്ല? परंतु वो भूत की शक्तियां, दुष्ट शक्ति उसको मारने में प्रबल क्यों नहीं हुई? പറ്റാഞ്ഞതിന്റെ കാരണം ഞാൻ പറയാം. उसका कारण मैं आपको बताऊंगा। ദെക്കപ്പൊലി നാട്ടിൽ दक्कापोली का देश में അവനെ ഒരു മിഷണറി ആക്കി മാറ്റാൻ उसको एक मिशनरी के रूप में बदलने के लिए തമ്പുരാന്റെ പദ്ധതി തലയ്ക്കു മീതെ തൂങ്ങിക്കിടക്കെ मेरे परमेश्वर की पद्धति उसके ऊपर थी, इसलिए 6000 അല്ല 6000 नहीं 60 കോടി ദുർഭൂതങ്ങൾ വെല്ലുവിളിച്ചാൽ 60 करोड़ भूत उसके अंदर भी घुस भी അവന്റെ ഒരു जाए, തലമുടി നാരിനെ തൊടാൻ उसका बाल भी बांका करने के लिए എന്റെ ദൈവം അനുവദിക്കുകയില്ല. मेरा परमेश्वर उसका अनुमति नहीं കൃപ देगा। ലഭിച്ച അഭിഷക്തന്മാർ, अभिषेक लोग जो हैं, കൃപ ലഭിച്ച ദൈവമക്കൾ कृपा से भरे हुए परमेश्वर के ഇന്ന് लोग, രാത്രി ആത്മാവിൽ സിംഹഗർജനം പോലെ സ്തോത്രം ചെയ്തു आप പറ. देखिए आत्मा में शेर की तरह परमेश्वर के ഏതെല്ലാം ललकारे। ദേശാധിപതി ശക്തികൾ, दुनिया की कोई ताकत है, ഏതെല്ലാം പൈശാചിക ശക്തികൾ, कोई भी दुष्ट शक्ति क्यों ना हो എന്തെല്ലാം ഉഗ്രമൂർത്തികൾ और कोई भी मूर्ति क्यों ना हो, തട്ടിട്ട് തുള്ളിയാലും अगर आपको पास आए, എന്റെ തമ്പുരാൻ എന്നെ കുറിച്ചുള്ള പദ്ധതി मेरा परमेश्वर की पद्धति मेरे ऊपर जो है നിവർത്തിച്ചു തീരുന്നിടം വരെ जब तक पूरा नहीं होगा तब ഒരു तक പൈശാചിക ശക്തികൾക്കും कोई भी शैतानी शक्ति जो എന്നോട് है അടുക്കാൻ സാധ്യമല്ല. वो मेरे निकट नहीं आएगा। ഈ രാത്രി इस रात को നാം അറിയാതെ हम अनजाना में നമ്മെ ഉടച്ചു കളയാൻ हमें नुकसान पहुंचाने മെനയുന്ന പൈശാചിക മണ്ഡലങ്ങൾ और ऐसी दुष्ट शक्तियां जो है സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ स्वर्ग और पृथ्वी का परमेश्वर, ഏകകർത്താവും രക്ഷിതാവുമായ एक ही उद्धार करता यीशु मसीह, നസറയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ नासरी
ആ കരമടിച്ച് അല്പനിമിഷം ताली ദൈവത്തിന് बजाकर परमेश्वर की സ്തോത്രം स्तुति ചെയ്യാം. करेंगे। വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി विश्वास ഇന്ന് करने वाले രാത്രി विश्वास ये- करने वाले के लिए काम ഈ करने वाला परमेश्वर की ആലയത്തിനകത്ത് शक्ति വെളിപ്പെടട്ടെ. इस कमरे के अंदर आ जाए। ओ रबला बला बशौड़ा बला बला जीवाला बला बला हालेलुया। शमदेरी गाला वाला बशौड़ा वाला वाला जीवाला वाला रिखाला वाला बशौड़ा वाला जीवाला वाला रिखाला वाला बशौड़ा वाला वाला। നിങ്ങൾ ആ മനുഷ്യനെ കണ്ടോ? आप उस व्यक्ति की ओर आपका ध्यान ले जाएं। സുബോധം പ്രാപിച്ച് होश में आ गया വസ്ത്രം ധരിച്ച് वो वस्त्र पहनने लगा അവൻ ആ ദെക്കപ്പൊലി നാട്ടിൽ കർത്താവിനെ സാക്ഷിയിടുക. और उस शहर में देखिए परमेश्वर का गवाह बनता അയ്യോ है। എന്തൊരു ആദരവായി ഇപ്പൊ അവന്. देखिए अभी कितना आदर मिलता है। നാട്ടുകാർക്ക് അവനെ കാണുമ്പോ ഭയഭക്തി ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് और ബഹുമാനിക്കുക. वो जब गुजरता है शहर से तो लोग खड़े होकर उसको आदर करने लगते हैं। പണ്ട് ഇവനെ കണ്ടാലേ पहले इनको अगर कोई देखे സത്യം പറഞ്ഞാൽ ഈ നാശം ഒന്ന് ഒഴിവായി കാണാൻ അവർ ആഗ്രഹിച്ചു. सब लोगों ने यही सोचा होगा कि ये चले जाए तो अच्छा है। അവനെ ഒതുക്കാനായിട്ട് ഇരുമ്പ് ചങ്ങലയൊക്കെ പിടിപ്പിച്ചതാ. और उसको काबू में लाने के लिए देखिए बहुत भारी कोशिश അവൻ उन्होंने किया, അതൊക്കെ ഉരുമി പൊട്ടിച്ചു കളഞ്ഞു. परंतु वो साकल सब तोड़कर ഒരു കാലത്ത് അവൻ ആ നാടിന്റെ കണ്ണിലെ കരടായിരുന്നു. वो देखिए एक समय ऐसा था कि वो शहर के लिए श्राप बना പക്ഷെ हुआ था, ഇന്ന് അവൻ ആ നാടിന്റെ കണ്ണിൽ ഉണ്ണിയ. परंतु आज उस शहर का आशीष का कारण ഇന്ന് है। രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം. मैं स्तुति कर कर कहना चाहूंगा ആരെയും തള്ളിക്കളയരുത് കേട്ടോ. किसी को भी त्यागना नहीं, छोड़ मत ആരെയും देना, ഉപേക്ഷിക്കൊന്നും किसी ചെയ്യരുത്. को भी छोड़ मत देना। ഗുണം പിടിക്കത്തില്ലെന്നും ये ना सोचना कि वो बिगड़ा हुआ है, ശരിയാകത്തില്ലെന്നും ये मत सोचना कि कभी ठीक नहीं മുൻവിധിയോട് होगा, ആരെയും കാണണ്ട. ऐसे सोचना जरूरी नहीं है। തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി മാറ്റാൻ जिसको आपने छोड़ दिया है उसको नींव ദൈവത്തിന് बनाने के കഴിയും लिए പ്രിയരേ. परमेश्वर कर सकता है ഇന്ന് वो। രാത്രി ഞാൻ വിളിച്ച് സ്തോത്രം ചെയ്ത് പറയാം. मैं स्तुति के साथ कहना चाहूंगा സുവിശേഷത്തിന് മാറ്റാൻ കഴിയാത്തവരില്ല. ऐसा कुछ भी नहीं है जो सुसमाचार बदल नहीं सकता, വചനത്തിന് മാറ്റാൻ കഴിയാത്തവരില്ല. ऐसा कुछ भी नहीं है जो सुसमाचार बदल नहीं सकता, യേശുവിന് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തവരില്ല. ऐसा कोई नहीं है जो यीशु रूपांतर नहीं कर എന്നോട് सकता। ചേർന്ന് നല്ല രാമേൻ मेरे ആവാസിന് साथ പറയാം. मिलकर परमेश्वर की എത്രപേർക്ക് स्तुति कर रहे हैं? മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ऐसा बदलने वाला परमेश्वर के लिए स्तुति करना चाहूंगा। ഹല്ലേലൂയ. हालेलुया। നമുക്ക് അവനോട് ചോദിക്കാം, और मैं सवाल करूं, നീ എങ്ങനെ ഇങ്ങനായ? तू कैसे ऐसे बिगड़ गया? അവൻ പറയും, वो कहेगा വസ്ത്രം പോലും ധരിക്കാതെ वस्त्र भी नहीं पहनता था मैं, ഒരു മുഴുഭ്രാന്തനായി मैं पूरा पागल था, ശവക്കല്ലറകളിൽ രാപാർ. मैं कब्रों में अपना रात बिताता था, നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ട मैं ना गांव वाले या कुटुंब वाले मुझे और- प्यार नहीं करते थे। 6000 ദുർഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടു 6000 भूत मेरे अंदर सवेश थे। അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോൾ मैं ऐसे गांव में भटक रहा ആ था, ഭൂതങ്ങൾ എന്നെ കൊല്ലാൻ വിട്ടുകൊടുക്കാതെ वो भूतों के अधीन में मैं ना आ पाऊं और मुझे मार ना दे, फिर തന്റെ സ്നേഹ വലയത്തിനകത്ത് वो अपने प्यार के उस बड़े प्यार के अंदर എന്നെ പൊതിഞ്ഞുകൊണ്ട് നടന്നൊരു ദൈവമുണ്ടേ. उस प्यार में छिपा कर रखने वाला एक ആ परमेश्वर है। ദൈവത്തിന്റെ സ്നേഹമാണ്, वो परमेश्वर का ആ प्यार है, ദൈവത്തിന്റെ കരുതലാണ് वो परमेश्वर की कृपा है। ഇന്ന് ഞാൻ കാണുന്ന ഈ മാന്യതയിലേക്കും സ്വീകാര്യത്തിലേക്കും അംഗീകരണത്തിലേക്കും എന്നെ കൊണ്ടെത്തിച്ചത്. मुझे अभी जो मान मिलता है, जो सम्मान मिलता है, वो परमेश्वर के प्यार के कारण मुझे मिलता है। പ്രിയപ്പെട്ടവരെ, അത് ഭൂതഗ്രസ്തനായിരുന്നവന്റെയും वो जो भूत प्रेरित जो था, ലാസറിന്റെയും जो लासर था, മാത്ര അനുഭവം അല്ല, उनका ही अनुभव नहीं है, നമ്മുടെ ഒക്കെ അനുഭവം ये അങ്ങനെ. हमारा भी अनुभव ऐसा ही था। എന്നോട് ചേർന്ന് ഒരു ആമേൻ എന്ന് मेरे പറയാമോ? साथ मिलकर आमीन बोले। രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലം പിറകോട്ടിറങ്ങി തിരിഞ്ഞൊന്ന് ചിന്തിച്ച് आप पीछे आपके जीवन की ओर देखे जहां पर आप उद्धार नहीं पाए थे। ആത്മഹത്യയുടെ മുനമ്പിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് വന്നവരില്ലേ? ऐसे भी लोग हैं जो आत्महत्या के उस किनारे पहुंचकर लौट आए हैं। ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ച സമയത്ത് എന്തോ ഒക്കെ മുഖാന്തരങ്ങൾ ഒരുങ്ങി വന്ന അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടില്ലേ? आत्महत्या करने की नौबत आई थी, परंतु कैसे भी कुछ
रास्ता दिखा और वहां से लौट के हम आए हैं। എത്രയോ വഴക്കിലും വയ്യാവേലിയിലും ഒക്കെ ചെന്ന് ചാടിയത് ആ കത്തിമോനെന്നൊക്കെ ആ കഷ്ടിച്ചല്ലേ രക്ഷപ്പെട്ടു. और देखिए कितने बार झगड़ा करते हुए और मौत के उस मुंह से हम बाहर आए। അന്നൊക്കെ നമ്മൾ പറഞ്ഞു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. तब हमने सोचा कि भाग्य से हम बच गए। അന്നൊക്കെ നമ്മൾ പറഞ്ഞു സമയം നല്ലതായിരുന്നു കൊണ്ട് രക്ഷപ്പെട്ടതാ. तब हमने शायद ऐसा भी कहा होगा अच्छा समय था इसलिए बच गए। എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് परंतु उद्धार के बाद हम जब सोचते हैं तब पता चलेगा ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ല, किसी भाग्य के कारण नहीं, സമയം നല്ലതായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതല്ല. अच्छा समय था इसलिए नहीं। അന്ന് എനിക്ക് എന്റെ ദൈവത്തെ അറിയാതെ मुझे मेरे परमेश्वर को എനിക്ക് जाने बिना, തോന്നിയതുപോലെ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ जब मुझे जैसा लगा वैसे मैं जी रहा അന്നേ था, എന്റെ ദൈവം എന്നെ കണ്ടിരുന്നു. तब भी मेरे परमेश्वर ने मुझे चुन അന്നേ लिया था। എന്റെ ദൈവം എന്നെ സ്നേഹിച്ചിരുന്നു. उसी समय से परमेश्वर मुझे ആ प्यार करता है। കരുതലാണ്, ആ സ്നേഹമാണ് ഇന്ന് രാത്രി ഇതിനകത്ത് ഈ കസാരയിൽ വന്നിരുന്ന് ഈ പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കാനും കേൾക്കാനും എനിക്ക് അവസരം ലഭ്യമായതെന്നോർത്ത് അധരം തുറന്ന ആവേശത്തോടെ ഈ രാത്രി സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ और സ്തുതിക്കുന്നു. उस प्यार के कारण जो है, उसका प्यार के कारण मैं यहाँ पर बैठकर परमेश्वर की आवाज सुनता हूँ, मैं प्रचार करता हूँ। ऐसे सोचकर परमेश्वर को स्तुति करने वाले कितने लोग हैं, उनको याद कर मैं परमेश्वर को धन्यवाद देना चाहूंगा। ഹല്ലേലൂയ. हालेलुया। അപ്പൊ ഒന്ന് ദൈവത്തിന്റെ സ്നേഹം നിത്യ സ്നേഹമാണ്. पहला तो परमेश्वर का प्यार जो है नित्य- अनंत काल से है, അത് അനാദി സ്നേഹമാണ്, अनंत काल से है അത് കാലെ കൂട്ടിയുള്ള സ്നേഹം. और पहले से है वो प्यार। രണ്ടാമത്തേത് दूसरा जो है ദൈവത്തിന്റെ സ്നേഹം. परमेश्वर का प्यार। ആമേൻ. ഒന്ന് സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ स्तुति करते रहे आप। നിങ്ങൾ ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നുണ്ടെന്നാണ് എന്റെ ചിന്ത. मैं समझता हूँ कि हमारी बातें आपको समझ में आती हैं। ദൈവത്തിന്റെ സ്നേഹം परमेश्वर का प्यार जो है വെളിപ്പെടുത്തപ്പെട്ട സ്നേഹം. वो जो है हमें दर्शाने वाला प्यार है। എനിക്ക് 49 വയസ്സായി. 49 साल हो गए परमेश्वर के दास। ഓഗസ്റ്റ് ആകുമ്പോ 50 ആകാൻ പോവാ. अगस्त महीने में 50 साल के होंगे। ദൈവമേ 50 ആകുന്നു എന്ന് കേൾക്കുമ്പോ ഹാർട്ടിന് ഒരു അല്പം ഇടിപ്പ് കൂടുതലാ. जब ये सोचता हूँ कि मैं 50 साल का हो जाऊंगा तो मेरा दिल के धड़कन बढ़ने लगे, കാരണം എത്ര പെട്ടെന്ന് കാലം പോയെ. क्योंकि समय कैसे बीत गया 50 വർഷം പോയത് എത്ര വേഗതയിലാണ്. और 50 साल कितना जल्दी निकल गया। ഞാൻ എൻ്റെ ഈ ചെറിയ കുഞ്ഞു പ്രായം ഓർക്കും കേട്ടോ. परमेश्वर के दास अपने बचपन को याद करते हैं। നിങ്ങളെല്ലാം നിങ്ങളുടെ ആ ചെറുപ്രായം ഒന്ന് ഓർത്ത് നോക്കിക്കേ. आप अपने बचपन को याद करें। നിങ്ങൾ വേറൊന്നിനും സ്വോത്രം പറഞ്ഞില്ലേലും किसी और बात के लिए आप धन्यवाद ना भी ഈ करें, കാലത്ത് ജീവിക്കാൻ പറ്റിയതിന് തന്നെ ദൈവത്തിന് സ്വോത്രം इस പറയണം. समय में जीने के लिए परमेश्वर ने सौभाग्य दिया, इसलिए परमेश्वर को धन्यवाद करें। എന്തോ നല്ല പാന്റും ഷർട്ടും ആ സഹോദരന്മാരെ നമ്മൾ ധരിച്ചിരിക്കും. कितने अच्छे पैंट और शर्ट हम पहनते हैं। എത്ര നല്ല സാരി ചുരിദാറൊക്കെയാണ് സഹോദരിമാര്. बहन लोगों ने कितनी अच्छी चूड़ीदार और साड़ी पहना है। എത്ര നല്ല വാഹനത്തിലാണ് നമ്മൾ कितनी വന്നത്. अच्छी गाड़ी में हम എത്ര यात्रा करते हैं। മനോഹരമായ വീട്ടിലാണ് നമ്മൾ कितने अच्छे घर में रहते हैं। എന്തോ നല്ല ഫുഡാ നമ്മൾ കഴിച്ചത്. कितने अच्छा भोजन लेते हैं। കൈ പൈസ ഉണ്ടെങ്കിൽ അഹമ്മദാബാദിൽ ചെന്നാൽ കിട്ടാത്തത് എന്താ ഉള്ളത്? ऐसा कौन सी चीज है जो अहमदाबाद में नहीं मिलता? अगर आपके पास धन है ഇത്രയും तो നല്ല ഫുഡ്, अच्छा खाना, ഇത്രയും നല്ല പാർപ്പിടം, अच्छा घर, ഇത്രയും നല്ല വാഹനം, अच्छा गाड़ी, ഇത്രയും നല്ല ഡ്രസ്, अच्छे कपड़े, ഇതൊക്കെ അനുഭവിക്കാൻ പറ്റിയത് ये सब अनुभव करने का जो ഈ सौभाग्य है, കാലത്ത് ജീവിക്കാൻ പറ്റിയത് കൊണ്ട്. हम इस समय दौरान जीते हैं इसलिए। ഒരു 10-200 കൊല്ലം മുമ്പെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ अगर 200 साल पहले अगर आप जीते होते ഇത് വല്ലതും അനുഭവിക്കാൻ तो क्या പറ്റുമായിരുന്നോ? ये कुछ अनुभव करने का सौभाग्य मिलता നമ്മൾ है? ഏത് കാലത്ത് ജീവിച്ചിരിക്കണം എന്നുള്ളതും നമ്മുടെ തീരുമാനശേഷിപ്പെട്ട കാര്യമല്ല. और देखिए हमें कौन से समय दौरान जीना है, ये हमारे सोच के अंदर नहीं അതും आता। ദൈവത്തിന്റെ നിർണയത്തിൽപ്പെട്ട കാര്യ. ये भी परमेश्वर के निर्णय के अनुसार हुआ है। വല്ല നന്മയൊക്കെ അനുഭവിക്കുമ്പോൾ പിറുപിറുക്കാതെ, അവർക്ക് ഒപ്പിച്ചെനിക്ക് തന്നില്ലെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് പിറുപിറുക്കാതെ ഈ കാലത്ത് ജീവിക്കാനും ഈ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കാനും അവസരം തന്നതിൽ എന്റെ ദൈവമേ അങ്ങേക്ക് നന്ദി എന്ന് പറയാനുള്ള ഒരു നല്ല മനസ്സും കൂടെ നമുക്കുണ്ടാകണം. और देखिए किसी को भलाई को देखकर ईर्ष्या के साथ कुड़कुड़ाना से ज्यादा है परमेश्वर तूने मुझे इस काल में जीने के लिए सौभाग्य दिया, इसलिए धन्यवाद करना, ऐसे मन आपके अंदर होना चाहिए। അങ്ങനെ നന്ദി പറയാൻ മനസ്സുള്ളവരാ കരം ഉയർത്തി ऐसे ദൈവത്തിന് लोगों के സ്തോത്രം लिए मैं പറയാം. धन्यवाद देना चाहूंगा। അപ്പൊ ഈ എന്റെ ചെറിയ പ്രായം ഞാൻ ഓർക്കും. परमेश्वर के दास की बचपन की बात करें, ഈ നമ്മുടെ അപ്പന്മാരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. और हमारे पिता अच्छे लोग थे, പക്ഷെ അന്നൊരു കുഴപ്പമുണ്ടായിരുന്നു. परंतु उनमें एक खासियत थी। ഇടുക്കിയിലെ കാര്യമായിരിക്കാം, നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നു. अलग अलग प्रकार की जगह की बात मुझे नहीं मालूम, हमारे बात ചെറുപ്രായത്തിലൊന്നും അപ്പന്റെ അടുക്കൽ നേരിട്ട് എന്ന് കാര്യം പറയാൻ പറ്റില്ലായിരുന്നു. और
बचपन में इतनी तो हिम्मत नहीं होती थी कि माँ बाप के साथ सीधा जाके बात करें। സ്ലേറ്റിന്റെ ഒരു കോണൊക്കെ പൊട്ടിക്കഴിയുമ്പോ അപ്പം കാണാതെ അതൊന്ന് കൊണ്ടുപോകുന്ന കിടക്കുന്ന ബദ്ധപ്പാട്. और स्लेट वगैरह टूट जाते तो उनको पिताजी से छिपा कर जो है बहुत कष्ट के साथ हम घर में प्रवेश करते थे। സ്ലേറ്റിൽ എഴുതുന്ന കല്ല് പെൻസിൽ തീർന്ന് അവസാനം ഈ നമ്മുടെ വിരലിന്റെ അറ്റത്ത് തഴമ്പും കൂടെ ആയി കഴിയുമ്പോഴാണ് അമ്മേ ഇതൊന്ന് അപ്പനോട് പറയണേ എന്ന് പറയുന്നത്. और ये जो स्लेट में इस्तेमाल करने वाले जो चौक हैं वो घिस कर जो है उंगली तक पहुंच जाती है, तब पिता से नहीं परंतु माता के पास जाके बोलते हैं माता माँ पिता से बोल कि मुझे नया അപ്പൊ चौक അന്നത്തെ चाहिए। മക്കൾക്ക് അപ്പൻ എടുക്കുന്ന നേരിട്ട് ഇന്ന് കാര്യം പറയാൻ പറ്റില്ല. क्योंकि उस समय में जो है इतनी हिम्मत नहीं थी कि पिता के पास डायरेक्टली हम जाएं। അമ്മ വഴി വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. माता के द्वारा पिता से बात करते थे അമ്മയ്ക്ക് എപ്പോഴും ചെല്ലാൻ പറ്റില്ല. और ये सब माता भी हर बार नहीं जाती थी। അപ്പന്റെ ഭാവഭേദങ്ങളൊക്കെ മനസ്സിലാക്കി और जो पिता है उनका जो मूड है वो देखकर വളരെ തന്മയത്വത്തോടെ വേണം അമ്മയ്ക്ക് കാര്യം അവതരിപ്പിക്കാൻ. बड़ी नम्रता के साथ बात करते थे वो। ഇത് കണ്ട് മനസ്സും അടുത്ത് അന്നത്തെ മക്കൾ അമ്മയോട് പറഞ്ഞു, और ये सब देखकर बच्चे माता से ऐसे कहते थे, അമ്മ അപ്പുറത്തെ അലക്സിന്റെ അപ്പനെ നോക്കി, देखिए उस एलेक्स के पिता को जरा देखो, അവിടെ എല്ലാവരും കൂട്ടുകാരെ പോലെ, वहां देखिए मित्र जैसे रहते हैं, ഇവിടോ കാണ്ടാമൃഗത്തെ और പോലെ. यहाँ तो देखिए गैंडा जैसा है मेरे पिता। എന്നാ ഒരു ജീവിതമേ. ये कैसी जीवन है। നല്ല ദൈവഭക്തരായ അന്നത്തെ അമ്മമാര് പറഞ്ഞു, और उस समय के जो माताएं जो भक्त थी कहते थी എടാ അപ്പുറത്തെ അലക്സിന്റെ അപ്പനേക്കാൾ സ്നേഹമുള്ള അപ്പനാ നിന്റെ അപ്പൻ. कि वहां पे जो एलेक्स है उससे पिता से ज्यादा प्यार आपके पिता करते പക്ഷെ हैं, നിന്റെ അപ്പനൊരു കുഴപ്പമുണ്ട്. लेकिन तेरे पिता में एक समस्या है, സ്നേഹം അകത്താ, उनका प्यार अंदर है, പുറത്ത് കാണിക്കാൻ അറിഞ്ഞു. बाहर दिखाना नहीं आता। എനിക്ക് എല്ലാരോടും സ്നേഹ, मैं सबसे प्यार करता പക്ഷെ हूं, പുറത്ത് കാണിക്കാൻ അറിയില്ലെന്ന് പറയുന്നവരോട് എന്റെ വിനീതമായ ഒരു ചോദ്യം. लेकिन जो ऐसा बयान करते हैं कि मुझे प्यार दिखाना नहीं आता, एक सवाल करना चाहूंगा, നിങ്ങളെ പോലെ എല്ലാരും കൂടെ തുടങ്ങിയ अगर आप जैसे सब बने ഈ ലോകത്തിന്റെ ഗതി എന്തായി ये മാറും? दुनिया का हाल कैसा होगा। അവ സ്നേഹം അകത്തുണ്ടെങ്കിൽ मतलब अगर प्यार अंदर है तो അത് മറയ്ക്കാനുള്ളതല്ല, वो छिपाने के लिए नहीं है, അത് वो വെളിപ്പെടുത്താനുള്ളതാണ്. बाहर दिखाने के लिए होता है। ഇതുപോലെ എന്റെ ദൈവത്തിന്റെ സ്നേഹവോ ऐसे मेरे परमेश्वर का प्यार जो है മറയപ്പെട്ട സ്നേഹമല്ല, वो छिपा हुआ प्यार नहीं है। സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകുന്നത് പോലെ देखिए जिसका समझ है उसको समझ आए उस प्रकार പരസ്യമായി വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാകയാൽ ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം वो ചെയ്യുന്നു. सबके सामने समक्ष में जो है वो प्रकृत करने वाला परमेश्वर का प्यार, इसलिए मैं परमेश्वर को धन्यवाद देना चाहूंगा। ഹല്ലേലൂയ. हालेलुया। മാനവവർഗത്തോടുള്ള पूरे मानव जाति के लिए जो है ദൈവത്തിന്റെ സ്നേഹം परमेश्वर का प्यार ദൈവം വെളിപ്പെടുത്തി ഒന്നാമത്തെ മേഖല. परमेश्वर ने कहां दिखाया वो देखे। നിങ്ങളുടെ ഹൃദയം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തതെന്ന് കേൾക്കണം. आपके दिल खोलकर परमेश्वर की स्तुति करते रहे। യേശു ക്രിസ്തുവിന്റെ ജഡത്തിലെ വെളിപ്പാടാണ്. यीशु मसीह जो है अपने जिस्म में उसने प्रकट എത്ര किया। പേർക്ക് എന്നോട് ചേർന്നതിന് നാമേൻ പറയാൻ कितने പറ്റും? लोग मिलकर आमेन कर सकते ഞാൻ हैं। നിങ്ങൾക്ക് അത് ലളിതമായി मैं മനസ്സിലാക്കി आपको തരാം. समझाना चाहूंगा, ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യ കുഞ്ഞ് പിറന്നു വീണാലും इस पृथ्वी में जो भी जन्मता है ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു തുണി കൊണ്ട് പൊതിഞ്ഞു പിടിക്കും. उस बच्चे को या बालक को जो है कपड़े में लपेट लेते അത് हैं। സാമാന്യ കാര്യം മാത്രമാണ്. वो साधारण सी बात है। സാധാരണ നമ്മുടെ നാട്ടിലെ साधारण में क्या होता है, ഈ കുഞ്ഞുണ്ടായെന്ന് കേൾക്കുമ്പോൾ गाँवों में जब बच्चे होते हैं ചോദിക്കുന്ന ചോദ്യം, इस प्रकार पूछते हैं കുഞ്ഞാണാണോ പെണ്ണാണോ? कि लड़का है या लड़की है। ആണാണെങ്കിൽ ആണാണ്, പെണ്ണാണെങ്കിൽ പെണ്ണാണ്. लड़का है तो बोलेंगे लड़का है, लड़कियां तो बोलेंगे लड़की है। അത്രേ അറിയുമ്പോ നിർത്തേണ്ടതാ. उतना समझ में आ गया, वहीं पर सवाल जवाब खत्म करना है। പക്ഷെ ചിലർക്ക് എത്ര കിള്ളിക്കഴിഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ച് കാര്യം അറിഞ്ഞാലോ ഒന്ന് ഉറക്കം परंतु വരുന്നറിയാം. ऐसे भी लोग हैं जो सवाल कर 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 परेशान करते हैं, फिर ही उनको नींद आती है। വെളുപ്പിനെ 2 മണി 3 മണിയാക്കുമ്പോ വിയർത്ത് കുളിച്ച് വെള്ളം കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? आपने को देखा होगा कई लोग जो है रात को 2 बजे उठकर पसीने होते हैं और पानी पीते हैं। ഷുഗർ താണ്, പ്രഷർ കൂടിയിട്ടൊന്നും വേർത്തതല്ല. इसलिए नहीं कि शुगर कम हुआ और प्रेशर बढ़ गया। അപ്പോഴാ അവര് ചിന്തിച്ചത് അവളോട് അതും കൂടെ ചോദിച്ചില്ലല്ലോ. तब उनको मन में आया, अरे मैंने एक और सवाल करना था वो भी नहीं, मैं भूल गई അപ്പൊ हूं। എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞാലാ तो कितना कुछ जानना है हमें, മനുഷ്യർക്കൊരു സമാധാനം വരിക. तब मनुष्य को या इंसान को कोई थोड़ा शांति അപ്പൊ मिलता ചിലര് है। ചോദിക്കും കൊച്ചു വെളുത്തതാണോ കറുത്തതാണോ? फिर कोई पूछेंगे लड़का बेटा जो है या बच्चा श्वेत है या काला है। വെളുത്തതാണെന്നെങ്ങാനും പറഞ്ഞാൽ കുശുമ്പ് മൂത്തോട്ട് ചോദിക്കുന്ന അടുത്ത ചോദ്യം, ചെവി വെളുത്തതാണോ കറുത്തതാണോ? अगर आप बोले कि नहीं श्वेत रंग का है तो उनका ईर्ष्या इतना बढ़ जाता है, फिर दोबारा
पूछेंगे उसका कान भी श्वेत है? അവരുടെ അപ്പം വീട്ടുകാര് പാരമ്പര്യമായിട്ട് മൂക്ക് നീണ്ടോരാ. और ऐसा है कि उनके पिता के सब कुटुंब के लोग जो उनका नाक जो है थोड़ा लंबा है. കൊച്ചിന്റെ മൂക്ക് നീണ്ടതാണോ? फिर सवाल करेंगे क्या उस बच्चे का भी नाक लंबा है? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കിള്ളിക്കഴിഞ്ഞ് ചോദിക്കുന്നവരുണ്ടെന്ന് ऐसे അറിയാമോ? कितने सारे सवाल करते हैं, പക്ഷെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചാലും परंतु कितना भी सवाल करे ആ കുഞ്ഞിനെ എന്നാ തുണി കൊണ്ടാ പൊതിഞ്ഞു പിടിച്ചിട്ടുള്ളതെന്ന് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. कोई भी ऐसा सवाल नहीं करेगा कि कौन से कपड़े में उस बच्चे को आपने उठाया है. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? आप में से किसी ने पूछा है? മറിയാമേ, हे मरियम, ജെസി എന്നാ തുണി കൊണ്ടാടി കൊച്ചിനെ പൊതിഞ്ഞു कि പിടിച്ചത്? कौन से कपड़े से तूने बच्चे को उठाया है? അത് എടുത്ത് ചോദിക്കത്തക്ക വിശേഷതയുള്ള കാര്യമല്ല. वो उस बात की कोई खासियत नहीं कि आप इस प्रकार के सवाल उठाएं. ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞു പിടിക്കും. एक बच्चा हुआ तो कोई भी कपड़े में उसको लपेट लेंगे. കേവലം നിസ്സാര കാര്യമാണ്. ये साधारण सी बात है. എന്നാൽ ഒരു നവജാത ശിശുവിന്റെ കാര്യത്തിൽ परंतु एक नया जब बालक जन्मता है ആധികാരിക ചരിത്ര രേഖയുണ്ട്. और इतिहास ऐसा कहता है അദ്ദേഹത്തെ എങ്ങനാ കിടത്തിയതെന്ന്. कि उसको कहां पर ले വിശുദ്ധ जाया. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യവും 12-ാമത്തെ വാക്യവും. लूका रचित सुसमाचार उसकी दूसरे अध्याय उसकी 7वीं और 12वीं അവൾ कलम कहता है ആദ്യജാതനായ മകനെ പ്രസവിച്ചു. उसने अपना पहला पुत्र को जन्म दिया വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ और देखिए रास्ते में कोई जगह नहीं थी ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി. और उसको जहां पर गाय भैंस को रखते हैं वहां पर रखा था. 12-ാമത്തെ വാക്യം, 12वीं कलम, നിങ്ങൾക്കടയാളമോ? आपके लिए क्या सबूत है? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ടിരിക്കുന്ന ഒരു ശിശുവിനെ കാണും. आप देखिए गौशाले में देखिए एक घास के इर्द गिर्द एक बच्चा आपको मिलेगा. എന്റെ പ്രിയരേ, ഒരു കുഞ്ഞുണ്ടായ हे भाई बहनों, अगर एक ആ बच्चा होता കുഞ്ഞിനെ है ഏതെങ്കിലും ഒരു തുണി കൊണ്ട് പൊതിഞ്ഞു കിടത്തില്ലേ? उस बच्चे को आप जरूर कोई न कोई कपड़ा അത് में लपेट लोगे. കേവലം സ്വാഭാവിക കാര്യം वो മാത്രമല്ല. एक साधारण सी बात है. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ परंतु यीशु मसीह की जब बात आई, എന്തുകൊണ്ട് തിരുവെഴുത്ത് ആവർത്തിച്ചുദ്ധരിച്ചു? क्यों परमेश्वर का वचन बार बार ये कहता ശീലകൾ है ചുറ്റിക്കിടത്തപ്പെട്ടു. कि घास के बीचों में उसको रखा അതിനൊരു गया था. കാരണമുണ്ട് കേട്ടോ. उसका भी एक कारण ഈ है. ശീലകൾക്കകത്ത് ചുറ്റപ്പെട്ട് കിടത്തപ്പെട്ടിരിക്കുന്ന ഈ ശിശു ये ഉണ്ടല്ലോ, घास के बीच में जो बच्चा जिसको रखा है ना, ഇദ്ദേഹം പണ്ടിങ്ങനെ ആയിരുന്നില്ല. वो बच्चा पहले ऐसा नहीं था. പിന്നെ അദ്ദേഹം എങ്ങനെയായിരുന്നു? फिर वो कैसा था? 104-ാം സങ്കീർത്തനം ഒന്ന് എടുക്കാമോ? 104 भजन संगीत 104-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. उसका पहला और दूसरा कलम जो है. എൻ മനമേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. हे मेरा मन यहोवा की स्तुति करो. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് मेरे പറഞ്ഞു. साथ स्तुति करे. എന്റെ ദൈവമായ കർത്താവേ, അങ്ങേറ്റവും വലിയവൻ. हे मेरा परमेश्वर, तू सबसे ऊंचा है. തേജസ്സും ബഹുമാനവും അങ്ങ് അണിഞ്ഞിരിക്കുന്നു. वैभव और आश्चर्य तूने पहना हुआ है. വസ്ത്രം ധരിക്കുമ്പോൾ അങ്ങ് പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. और तूने देखे उजाले का चादर अपने और ओढ़ लिया है. മഹത്വം അണിഞ്ഞിരുന്ന കർത്താവ്, वो परमेश्वर जिसका महिमा से തേജസ് चादर उड़ा അണിഞ്ഞിരുന്ന था. കർത്താവ്, वो परमेश्वर जिसका तेज का വസ്ത്രം चादर था. പോലെ പ്രകാശത്തെ ധരിച്ചിരുന്നവൻ, वो तारों के जैसे चमकने ആ वाला. തേജസ് വേണ്ടെന്ന് വെച്ചിട്ട്, उसने उस तेजस को त्याग ആ कर, മഹത്വം വേണ്ടെന്ന് വെച്ചിട്ട്, उस महिमा को ആ त्याग कर, പ്രകാശം വേണ്ടെന്ന് उस വെച്ചിട്ട് प्रकाश को त्याग ഒരു कर, കാലിത്തൊഴുത്തിൽ वो देखिए गौशाले में ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് वो കിടത്തപ്പെട്ടു. घास के बीच में अकेले ഇന്ന് രാത്രി രക്ഷിതാവിനോട് ചോദിക്കാം, आज हम उद्धारकर्ता को യേശു पूछे, കർത്താവേ, हे यीशु मसीह, അങ്ങയുടെ മഹത്വം വേണ്ടെന്ന് വെച്ചിട്ട്, तू अपना महिमा को അങ്ങയുടെ छोड़कर, തേജസ് വേണ്ടെന്ന് വെച്ചിട്ട്, तूने अपना तेज को അങ്ങയുടെ छोड़कर, പ്രകാശം വേണ്ടെന്ന് വെച്ചിട്ട്, तूने अपना प्रकाश को ഒരു छोड़कर, കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് तू കിടത്തപ്പെട്ട घासों के बीच में गौशाला में क्यों लेटा അങ്ങയെ हुआ है? പ്രേരിപ്പിച്ച പ്രേരക ശക്തി എന്താണ്? और उसके पीछे का रहस्य क्या അതിന് है? യേശുവിന് പറയാനുള്ള മറുപടി, वो यीशु इस प्रकार जवाब देगा, KJ തോമസേ, हे पत्रोस, ഈ- हे केजे थॉमस, എന്റെ പ്രകാശവും मेरा प्रकाश, എന്റെ മഹത്വവും मेरा महिमा, എന്റെ തേജസ്സും വേണ്ടെന്ന് വെച്ചിട്ട് मेरा तेज छोड़कर ഒരു കാലിത്തൊഴുത്തിൽ मैं गौशाले में ശീലകൾക്കകത്ത് കിടത്തപ്പെടാൻ घास के बीच में क्यों എന്നെ आया? പ്രേരിപ്പിച്ചത് मुझे प्रेरणा क्यों मिला? നിന്നോടുള്ള എന്റെ मेरा സ്നേഹമാണ്. प्यार जो तेरे प्रति था, അവർണ്ണനീയമായ സ്നേഹത്തിന് ആരാധന എന്ന് പറയാനല്ലേ वो देखिए अवर्ण्य उस बात को हम आराधना कहते ഇന്ന് हैं. രാത്രി ഞാനും നിങ്ങളും ഇതിനകത്ത്
വന്നത് പ്രിയരേ. मैं उस कारण से आज मैं और आप इसके बीच में അധരം തുറന്ന ദൈവത്തിന് സ്തോത്രം പറയാം. अपनी जबान को खोलकर परमेश्वर की स्तुति മനസ്സുള്ളവർ करें। കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. मन को खोलकर मुंह को खोलकर परमेश्वर की स्तुति करें। അല്പം കൂടെ ഗൗരവമായ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. और ये गहरी बात मैं आपके दिमाग में डालना चाहूंगा। യോശിയാ രാജാവ് മരിച്ച ആണ്ടിൽ यशायाह राजा का मृत्यु के दिन। ഞാൻ ഈ പറയുന്നത് यशायाह की किताब 6 अध्याय में लिखा हुआ है। ശ്രദ്ധിച്ചു കേട്ടാ മതി. ध्यान से देखें। കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. मैंने देखा एक जो है ऊंचा और बड़े सिंहासन पर विराजमान है। സാറാഫുകൾ അദ്ദേഹത്തിന് ചുറ്റും നിന്നു. उसके चारों तरफ सराफ थे। രണ്ടുകൊണ്ട് പാദം മൂടി. वो दोनों अपने 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 आंखों को बंद कर दिया। രണ്ടുകൊണ്ട് മുഖം മൂടി. और दो से अपना मुंह को ढांप दिया। രണ്ടുകൊണ്ട് പറന്ന്. और दो से उड़कर സൈന്യങ്ങളുടെ യഹോവ, सेनाओं का यहोवा, പരിശുദ്ധൻ 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 എന്ന് ആർക്കുകയാണ്. पवित्र 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 करके ललकारने ഒരുവനോട് लगे। ഒരുവൻ തമ്മിൽ തമ്മിൽ പറഞ്ഞാർക്കുമ്പോൾ वो एक दूसरे से इस प्रकार बोलते थे। तब ആലയത്തിന് ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുകയാണ്. मंदिर की जो नींव थी वो हिलने लगी। ആ വ്യക്തി പ്രഭാവത്തിന്റെ തേജസ് മുഴു പ്രപഞ്ചത്തിലും വെച്ചിരിക്കുക. और उसका प्रभात का जो तेज था पूरे ब्रह्मांड में चमकता। ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, मैं सवाल करता ആ हूँ, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരുന്ന് वो सिंहासन पर जो ऊंचा था वहां पर बैठकर കോടി ദൂതന്മാർ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആർത്താരാധിച്ച और जो दूत लोग ये पवित्र 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 कर कर जब उनकी आराधना करते थे, മുഴു പ്രപഞ്ചത്തിലും തന്നെ മഹത്വം വെച്ച पूरे ब्रह्मांड में अपने महिमा का ആ तेज था। വ്യക്തിത്വം ആരാണ്? वो व्यक्तित्व कौन है? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് എടുക്കാം. पवित्र यूहन्ना का सुसमाचार को देखते 12-ാം അധ്യായം 12वीं अध्याय 41-ാമത്തെ വാക്യം. 43वीं कलम। യേശുവിന്റെ നാമത്തിൽ യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് യെശയ്യാവ് അവന്റെ തേജസ്സു കണ്ടു, അവനെ കുറിച്ച് സംസാരിച്ചു. यशायाह ने भी उसका तेज देखा और उसके बारे में प्रचार किया। എല്ലാവരും എന്നെ മുഖത്തോട്ട് നോക്കിയേ. सब लोग मेरे तरफ देखें। യെശയ്യാവ് അദ്ദേഹത്തിന്റെ തേജസ് കണ്ടു. यशायाह ने उनका तेज देखा। ആരുടെ തേജസ് കണ്ടു? किसका तेज देखा? യേശു കർത്താവിന്റെ തേജസ് കണ്ടു. यीशु मसीह का तेज देखा। എപ്പോൾ കണ്ടു? कब देखा? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കണ്ടു. उसिय्याह राजा की मृत्यु हुआ उस എങ്ങനെ साल। കണ്ടു? कैसे देखा? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി ऊंचे और बड़े सिंहासन पर ദൂതന്മാർ विराजमान था। രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് പാദങ്ങൾ മൂടി സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നാർത്താരാധിക്കുന്നവനായി. और दूतों ने दो पंखों से अपना मुंह को छुपाकर, दो से अपना पैर को छुपाकर उड़कर पवित्र 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 परमेश्वर कर कर ललकारते हुए പ്രപഞ്ചത്തിലും തന്റെ മഹത്വം വെച്ചവനായി पूरे ब्रह्मांड में जिसका तेज बड़ा हुआ था, യേശുവിനെ കണ്ടു. उसने उस यीशु को देखा। ഇന്ന് രാത്രി കർത്താവിനോട് ചോദിക്കാം, आज हम परमेश्वर से सवाल യേശു करें, കർത്താവേ, हे यीशु मसीह, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരുന്ന ऊंचे और बड़े सिंहासन पर അനന്തകോടി विराजमान ദൂതന്മാരാ ഇടതടവില്ലാതെ ആരാധിച്ച अनगिनत देखे दूत लोग तेरी आराधना करते थे। പ്രപഞ്ചത്തിലും മഹത്വം വെച്ച കർത്താവേ, पूरे ब्रह्मांड में जिसका तेज था, സ്വർഗം വേണ്ടെന്ന് വെച്ചിട്ട് हे परमेश्वर, स्वर्ग को त्याग कर, അനന്തകോടി ദൂതന്മാരെ വേണ്ടെന്ന് उस വെച്ചിട്ട് सब दूतों को छोड़कर, അവരുടെ ആരാധന വേണ്ടെന്ന് की വെച്ചിട്ട് आराधना को छोड़कर, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം വേണ്ടെന്ന് വെച്ചിട്ട് ऊंचे और महान सिंहासन को छोड़कर ഒരു കാലിത്തൊഴുത്തിൽ तू एक गौशाले में ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടാ. घास के बीच में क्यों तू आया? അങ്ങയെ പ്രേരിപ്പിച്ച പ്രേരക ഘടകമെന്തേ? इसके पीछे कौन सी प्रेरणा थी? അതിന് ഇന്ന് രാത്രി യേശുവിന് പറയാനുള്ള മറുപടി, आज रात को यीशु मसीह इस प्रकार जवाब देगा, ഹേ തോമസേ, हे केजे थॉमस, എന്റെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം മനസ്സോടെ വേണ്ടെന്ന് വെക്കാം. मैं अपना मन से उस ऊंचे और बड़े सिंहासन को छोड़ दिया। അനന്തകോടി ദൂതന്മാരെയും അവരുടെ ആരാധനയെയും എന്തിനേറെ സ്വർഗത്തെ പോലും വേണ്ടെന്ന് और വെക്കാം. देखिए वहां पे करोड़ों स्वर्ग दूत थे और उनकी आराधना और स्वर्ग को भी छोड़ दिया। കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ചത് നിന്നോടുള്ള എന്റെ സ്നേഹമാണ്. പകരം വയ്ക്കാനില്ലാത്ത, തുല്യം പറയാനില്ലാത്ത അവർണ്ണനീയമായ ആ സ്നേഹത്തിന് ആരാധന എന്ന് പറയാൻ ആർജവബോധമുള്ള ദൈവമക്കൾ അവരുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്റെ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട और സ്നേഹമാണ്. देखिए वो सब बातों को छोड़कर, त्याग कर मुझे यहाँ पर इस पृथ्वी पर इस देखिए गौशाला के बीच में आने के लिए जो प्रेरणा था, वो मेरा प्यार जो था वो तेरे लिए था। उस प्यार को जो हम बेबयान हैं, उस प्यार को जो हम वर्णन नहीं कर सकते, उस प्यार के लिए परमेश्वर में लेके आए, इसलिए परमेश्वर को हम धन्यवाद എത്ര करें। പേർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ कितने लोग आनंद के साथ परमेश्वर की स्तुति करें? ഒന്ന് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട മേഖല, एक जहां पर परमेश्वर ने अपने
प्यार को जो है प्रदर्शित किया। യേശു ക്രിസ്തുവിന്റെ ജഡത്തിലെ വെളിപ്പാട്. यीशु मसीह ने उस शरीर पर दर्शाया। രണ്ട്, യേശു ക്രിസ്തു ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ दूसरा, यीशु मसीह ने जो हमें प्यार दिखाया। ഉന്നതമായ വെളിപ്പാട് एक और जो प्रकाश है യേശു ക്രിസ്തുവിന്റെ ക്രൂശു वो മരണമാണ്. यीशु मसीह का क्रूस पर जो मृत्यु ഇന്ന് था। രാത്രി ക്രൂശു മരണത്തിൽ ഒത്തിരി നേരം നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും मुझे इच्छा है कि क्रूस की ओर आपका ध्यान को ले जाऊं, അവിടെ നിൽക്കാൻ ഞാൻ परंतु ആഗ്രഹിക്കുന്നില്ല. वहां पर मैं रुकना नहीं चाहूंगा। ഓടിച്ചൊരു ചിന്ത പറഞ്ഞ അവസാന ഭാഗത്തേക്ക് ഞാൻ കിടക്കുകയാണ്. एक और बात बताकर मैं अपना बातों से निर्णय लेना चाहूंगा। പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ परमेश्वर का प्यार जो हमारे प्रति था, ഉന്നതമായ വെളിപ്പാടാണ്. उसका बड़ा प्रकाश जो है। എത്ര പേര് എന്നോട് ചേർന്ന് സ്തോത്രം ചെയ്ത് പറയും? कितने लोग मेरे साथ मिलकर स्तुति के साथ യേശു कहेंगे ക്രിസ്തുവിന്റെ ക്രൂശു മരണം. यीशु मसीह का क्रूस पर जो मृत्यु था। ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടി നല്ല ആമേൻ എന്ന് പറയാം. हम अपने जबान को खोलकर, दिल को खोलकर परमेश्वर की स्तुति करें। റോമലേഖനം 5-ാം അധ്യായം रोमी की पत्री 5वीं अध्याय അതിന്റെ 7-8 വാക്യങ്ങൾ उसके 7वीं 8वीं कलम। ഞാൻ തന്നെ വേണമെങ്കിൽ പറയാം, താമസം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പെട്ടെന്ന് വായിച്ചോളൂ. अगर ने लिया है तो पढ़ ले। നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. किसी धर्मी जन के लिए कोई मेरे यहाँ तो दुर्लभ है, परंतु हो सकता है किसी भले मनुष्य के लिए कोई मरने के लिए भी साहस करे। എല്ലാവരും എന്റെ മുഖത്തോട്ട് നോക്കി. सब मेरे तरफ देखें। ഹല്ലേലൂയ. हालेलुया। എനിക്കറിയാം സുവിശേഷ യോഗങ്ങളിൽ ഇപ്പൊ സുവിശേഷം വിരളമാണ്. देखिए, सुसमाचार के इस संगतियों में सुसमाचार कम बोला जाता है। സുവിശേഷം കേൾക്കാൻ മനുഷ്യർക്ക് താല്പര്യമില്ല. सुसमाचार सुनने के लिए लोगों को इच्छा नहीं है। നമുക്ക് കേൾക്കാനുള്ളത് അതേ ഉള്ളൂ. तो मुझे यही अब बताना എന്നോട് है। ചേർന്ന് ആമേൻ പറയാൻ एक साथ മനസ്സുള്ളവർ മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി मेरे साथ പറയാം. मिलकर आमीन बोले। हालेलुया। ശ്രദ്ധിച്ചേ, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. देखिए, धर्मी लोगों के लिए मरने के लिए कोई तैयार नहीं होता। ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. हो सकता है कि किसी धर्मी के लिए कोई मरने के लिए तैयार भी हो जाए। അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറയാം. उसका मतलब मैं बताना चाहूंगा, നീതിമാന് വേണ്ടി ആരും മരിക്കുകയില്ല. धर्मी के लिए कोई नहीं मरता, കാരണം നീതിമാനെ ആർക്കും ഇഷ്ടമല്ല. क्योंकि धर्मी लोगों को कोई पसंद भी नहीं करता। ഉള്ളതുപോലെ പറയുന്നവരെ നമുക്ക് ഇഷ്ടമല്ല. जो व्यक्ति जैसा है वैसा बोलते हैं, उसको हम पसंद नहीं करते। അതും ശരിയാ, ഇതും ശരിയാ. उनके लिए ये भी ठीक है, वो भी ठीक है। പിന്നെ ഏതാച്ചാ തെറ്റെന്ന് ചോദിച്ചാൽ ആ എന്ന് വെക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടം. फिर पूछोगे भाई फिर कौन सी बात गलत है, तो बोलेगा जो पहले बोलो गलत है। എല്ലാറ്റിനും ഒരുമിച്ച് താളം വെക്കുന്നതല്ല ആത്മീകത. सब बातों में हाँ बोलना आत्मिकता नहीं है। ഇത് സത്യത്തിന്റെ തൂണാണ്, ഇത് അടിസ്ഥാനമുള്ളതാണ്. ये सच्चाई की बात है और इसकी नींव मजबूत है। ശരി ശരിയാണെന്നും തെറ്റ് തെറ്റാണെന്നും വചനത്തിന് പുറത്തുള്ളതിനോട് കൂട്ടുകൂടില്ലെന്നും ആർജവത്വത്തോടെ പറയാൻ പറ്റുന്നതാണ് പെന്തക്കോസ്ത്. അതായിരുന്നു പെന്തക്കോസ്ത്, അതാകണം പെന്തക്കോസ്ത്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ ചങ്കൂറ്റമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിപ്പുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और जो सच है वो सच है, जो झूठ है वो जो गलत है वो गलत है। और पेंटिकोस की कलीसिया का नींव ये है कि सच्चाई के साथ सच है और झूठाई के साथ झूठ है। बोलने का कितने लोग हिम्मत रखते हैं, उनके लिए मैं परमेश्वर की स्तुति करना चाहूंगा। ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഉള്ളതുപോലെ പറയുന്നവരെ നമുക്ക് ഇഷ്ടമല്ല. और जो जैसी बात हाँ का हाँ बोले उसको हम पसंद नहीं करते। നമ്മൾ അവർക്ക് ഒരു ഓമന പേര് കൊടുത്തിട്ടുണ്ട്, ദുർഗുണൻ. वो हम बोलते हैं कि ये कोई गुण का नहीं है। അപ്പൊ നീതിമാനെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവന് വേണ്ടി ആരും മരിക്കുകയില്ല. जो धर्मी व्यक्ति है उसको कोई पसंद नहीं करता, इसलिए उसके लिए मरने के लिए कोई तैयार नहीं है। നീതി നടത്തണം എന്ന് നമ്മൾ പറയും. हम कहते हैं कि जो है न्याय होना चाहिए, न्याय होना चाहिए। പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അവർ വളയുകയും ചെയ്യും. लेकिन हमारी बात आती है तो हम ये सोचते हैं कि हमारी इच्छा के अनुसार वो अपने रूप रंग को बदल അപ്പൊ दे। നീതിമാനെ ആർക്കും ഇഷ്ടമല്ല. मतलब धर्मी लोगों को कोई पसंद नहीं പൗലോസ് करता। പറയുന്നു, പക്ഷെ ഗുണവാന് വേണ്ടി മരിക്കാൻ തുനിയുമായിരിക്കും. पौलुस कहता है कि दूसरे लोगों के लिए मरने के लिए कोई तैयार भी हो। അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറയാം. उसका मतलब मैं बोलना ഞാനിപ്പോ चाहूंगा। അഹമ്മദാബാദിൽ വന്നു. परमेश्वर के दास अहमदाबाद आए, ഒരാൾക്ക് എന്നോട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് അങ്ങ് ഇരിക്കട്ടെ. मैं सोचता हूँ कि आप में से कोई मुझे पसंद करता हूँ। ഉദാഹരണം പറയുന്നതാണ്, ഇതൊക്കെ ലൈവ് പോകുന്നുണ്ടോ മക്കളെ? ये उदाहरण ഇവിടെ बोलता हूँ ये ലൈവ് ഒന്നും വിട്ടേക്കല്ലേ, സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി വികലമായിട്ടൊക്കെ വ്യാഖ്യാനിച്ചു കളെ, അതുകൊണ്ട് തന്നെ ഉപദ്രവിക്കല്ലേ.
ഞാനിവിടെ വന്നു. सोच ले मैं यहाँ पर आया, അപ്പൊ ഒരാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. एक व्यक्ति मुझे पसंद എന്നോട് करता ചോദിച്ചു, है KJ തോമസ് എപ്പോഴാ പോകുന്നത്? और मुझे पूछा कि थॉमस भाई आप कब ഞാൻ जा പറഞ്ഞു, रहे हो? തിങ്കളാഴ്ച രാവിലെ പോകും. मैं बोलता हूँ कि सोमवार सुबह चले जाऊंगा. ഞായറാഴ്ച 4 മണിക്ക് നമുക്കൊന്ന് കാണണം. तो बोलते हैं कि रविवार शाम को 4 बजे हम मिलते हैं ഞാൻ ഒരു 2 ലക്ഷം രൂപ ഗിഫ്റ്റ് തരാൻ പോകും. और मैं आपको 2 लाख रुपया भेंट देना चाहूंगा. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഗുണവാനെ വെറുതെ വിടുമെന്ന്? फिर मैं, आप सोचते हैं कि मैं इस अच्छे व्यक्ति को छोड़ दूंगा? യോഗം കഴിഞ്ഞാലും ഓട്ടിയും പറ്റിയും തട്ടിയും മുട്ടിയും അച്ചാന്ന് പറഞ്ഞു കൂടെ നടക്കും. और देखिए जैसे ही मीटिंग खत्म होता है उस भाई के साथ देखे छूकर बैठकर वो भाई कैसा है कर मैं गले मिलूंगा. ഞാനും ഗുണവാനും കൂടെ താഴത്തെ റോഡിലെത്തി. और हम दोनों मिलकर सोच लीजिएगा रास्ते में है. റോഡിലെത്തിയപ്പോ നാട്ടുകാർ ചിലർ അങ്ങേരെ എടുത്തിട്ട് തല്ലുക. और रास्ते में हम वहां पहुंचे, मेरे साथ जो भाई था उसको आप सोच लो कि शहर के लोगों ने बहुत मारा. എനിക്ക് ഹിന്ദി എന്ന് പറഞ്ഞ സാധനമേ അറിഞ്ഞുകൂടാ. और मुझे तो हिंदी भी नहीं मालूम. അറിയാവുന്ന മലയാളത്തിൽ ഞാൻ ഉറക്ക നിലവിളിക്കുകയാണ്. और मैं मलयालम में जोर जोर से चिल्लाया. ഒന്നുകൂടെ നോക്ക്, നിങ്ങൾ ഉദ്ദേശിച്ച ആൾ ഇങ്ങനെ തന്നെയാണോ? मैं दोबारा उनको मेरी भाषा में समझाऊं, आप इसी को ही मार रहे हैं, ठीक से देख लें. മാറി തല്ലുന്നതാണോ? क्या आपने गलती से किसी और को तो नहीं मार रहे हो ना? കൊല്ലല്ലേ അങ്കിളിനെ വെറുതെ വിടണേ. और मैं कहूंगा भाई को मत मारना, छोड़ दे. തല്ലല്ലേ കൊല്ലല്ലേ വെറുതെ വിടണേ എന്ന് പറഞ്ഞ് ഞാൻ വക്കാലത്തിന് ചെല്ലുന്നത്. और मैं इस क्यों बोलता हूं कि भाई इसको मारना मत, छोड़ देना? അമ്പമ്പോ ആ മനുഷ്യനോട് സ്നേഹമുള്ളത് കൊണ്ടല്ല. इसीलिए नहीं कि मैं वो व्यक्ति को बहुत प्यार करता हूं. ഞായറാഴ്ച 4 മണിക്ക് മുമ്പ് അങ്ങേരെ ആരെങ്കിലും തല്ലിക്കൊന്നാൽ എനിക്ക് കിട്ടേണ്ട 2 ലക്ഷം നഷ്ടപ്പെടും. अगर रविवार 4 बजे से पहले किसी ने उसको मार दिया तो मुझे जो 2 लाख रुपया मिलने थे वो नहीं അതുകൊണ്ട് मिलेगा. ഞായറാഴ്ച 4 മണി വരെ അങ്ങേരുടെ ജീവൻ നിലനിൽക്കേണ്ടത് എന്റെ और ഗുണത്തിന് मतलब അനിവാര്യമാണ്. रविवार के दिन 4 बजे तक वो जिंदा रहे, वो मेरी मजबूरी है. അങ്ങനെ 2 ലക്ഷത്തിന്റെ ഓഫർ തന്നില്ലായിരുന്നെങ്കിൽ अगर 2 लाख का ऑफर मुझे नहीं दिया होता, നിങ്ങൾ തല്ലുവോ കൊല്ലുവോ आप उसको मारो, जो भी അത് करना है, നിങ്ങൾ തമ്മിലുള്ള കാര്യം. वो दो आप दोनों के बीच की बात है. തിങ്കളാഴ്ച ഇവിടുന്ന് പോകുന്നിടം വരെ എനിക്ക് എന്റെ തടി രക്ഷിക്കണം. और मैं सोमवार को यहाँ से जाऊँ उससे पहले मुझे अपनी जान बचानी നിങ്ങൾക്ക് है. മനസ്സിലായോ? നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. मतलब समझ में आया इस कलम का कि जो धर्मी लोगों के लिए कोई मरने के लिए तैयार ഗുണവാന് नहीं വേണ്ടി होता. പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. दुर्लभ के लिए कोई भी मरने के लिए तैयार हो जाता है. ക്രിസ്തുവോ എല്ലാവരും സ്തോത്രം ചെയ്ത് പറഞ്ഞേ. परंतु मसीह जो है, മനുഷ്യവർഗം നീതിമാന്മാരായതുകൊണ്ടല്ല പ്രിയരേ. इसलिए नहीं कि इंसान धर्मी था. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. धर्मी कोई भी नहीं था. നമ്മൾ ഗുണവാന്മാരായതുകൊണ്ടുമല്ല. इसलिए नहीं थी कि हम गुणवान അങ്ങനെ हैं. ദൈവം നമ്മെ സ്നേഹിക്കത്തക്ക നിലയിൽ യാതൊരു ഗുണഗണങ്ങളും നമ്മൾ हमारे ഉണ്ടായിരുന്നില്ല. अंदर ऐसा कोई गुण नहीं था कि നാം परमेश्वर हमसे प्यार करे. പാപികളായിരിക്കെ, परमेश्वर जो നാം हमारे पिता था, ശത്രുക്കളായിരിക്കെ, हम जो दुश्मन थे, നാം ബലഹീനരായിരിക്കെ, हम कमजोर थे, നാം അഭക്തരായിരിക്കെ, हम अभक्त थे. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കയാൽ ദൈവം തന്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി. അവർണ്ണനീയ സ്നേഹത്തിന് ഇന്ന് രാത്രി ആരാധന എന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ആരവാരം മുഴക്കിയ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. और परमेश्वर अपनी जान उस क्रूस पर देकर अपना प्यार हमें दर्शाया. उस दर्शाने वाला प्यार को आराधना के रूप में स्वीकार कर कर कितने लोग हैं जो परमेश्वर को तैयार कर कर अपने हाथों से उठाकर परमेश्वर को धन्यवाद कर सकते हैं. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട സ്നേഹം. परमेश्वर का प्यार जो है दर्शाने वाला प्यार है. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. एक और बात बताना चाहूंगा और समाप्त करना चाहूंगा. എന്തിനാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്? क्यों परमेश्वर ने हमें प्यार അതും किया, കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നമുക്ക് സന്തോഷത്തോടെ वो भी बताकर हम आनंद से यहाँ से ഒരിക്കൽ കൂടെ लौटेंगे. കരോ ശബ്ദം ഉയർത്തിയിട്ട് നല്ല अपने हाथों ആമേൻ को എന്ന് उठाकर പറയാം. जबान को खोलकर परमेश्वर की स्तुति करें. എന്തിന് ദൈവം നമ്മെ സ്നേഹിച്ചു? क्यों परमेश्वर ने प्यार തന്റെ किया? ഏകജാതനായ പുത്രനിൽ अपना एकलौता पुत्र, വിശ്വസിക്കുന്നേവനും जो कोई इस पर विश्वास करे, നശിച്ചു പോകാതെ नाश ना हो നിത്യജീവൻ പ്രാപിക്കും. परंतु अनंत जीवन पाने के ദൈവം लिए നമ്മെ സ്നേഹിച്ചത് परमेश्वर ने हमें प्यार किया 2 കാര്യങ്ങൾക്കാണ്. 2 बातों के लिए. ഇവിടെ നല്ല ആമേൻ എന്ന് പറഞ്ഞു. आमीन बोलिए आप दिल ഒന്ന്, से നശിച്ചു പോകാതിരിക്കാനാണ് സ്നേഹിച്ചത്. कि हम नाश ना हो इसलिए प्यार 2 किया. നിത്യജീവൻ തരാനാണ് दूसरा സ്നേഹിച്ചത്. अनंत काल दिलाने के लिए प्यार എന്താ किया. നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ? नाश होने का मतलब क्या എന്താ है? നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ? अनंत काल का मतलब क्या ഞാൻ है? ഓടിച്ചതെന്ന് പറഞ്ഞ് मैं മനസ്സിലാക്കാം. जल्दी बताना चाहूंगा. മക്കളെ ഇപ്പൊ വായിക്കണ്ടേ? അവരുടെ ശ്രദ്ധ പോകാതിരിക്കാനും വളരെ നന്ദി കേട്ടോ. മറ്റൊന്നും വിചാരിക്കല്ലേ. ഓക്കെ, ഒരു വളരെ ഗൗരവമായ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് തരാൻ. मैं बहुत गहरी बात आपको बताना चाहूंगा. കുഞ്ഞുങ്ങളുടെ കുഴപ്പമില്ല, നിങ്ങളുടെ കണ്ണ് അങ്ങോട്ട് പോയതുകൊണ്ടാണ്. इसलिए नहीं कि बच्चे गड़बड़ करेंगे, आपका ध्यान वहां जाएगा इसलिए मैंने കാര്യത്തിനാണ് कहा. സ്നേഹിച്ചത്. 2 बात के लिए प्यार किया. ഒന്ന് നിത്യജീവൻ തരാൻ, एक तो अनंत जीवन देने के लिए, 2 നശിച്ചു പോകാൻ. दूसरा हम नाश ना हो എന്താ इसलिए. നിത്യജീവൻ? अनंत जीवन का मतलब क्या है? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ अनंत जीवन का मतलब പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും തീരാത്ത ജീവിതമെന്നാണ്. कई लोगों ने सोचा है कि कभी अंत ना होगा ऐसा जीवन. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത ജീവിതമെന്നല്ല. ऐसा
ऐसा नहीं है कि कभी खत्म नहीं होगा, उसका मतलब यही नहीं है, കാരണം സ്വർഗത്തിൽ മാത്രമല്ല ജീവിതം क्योंकि തീരാത്തത്, हमारा जीवन ऐसा नहीं है कि केवल स्वर्ग में ही खत्म ना हो, നരകത്തിലും ജീവിതം തീരുന്നില്ല. नरक में भी जीवन का समाप्ति नहीं है, രണ്ടും നിത്യമാണ്. वो भी दोनों नित्य है. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് कितने മനസ്സിലാവുന്നുണ്ട്? लोगों को समझ में आया? അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? अनंत जीवन का मतलब क्या है? നിത്യജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ उसका मतलब अगर जानना है तो ജീവൻ എന്താണെന്ന് അറിയണം. जीवन क्या है वो जानना जरूरी है. 3 ജീവൻ ഉണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. परमेश्वर का वचन कहता है 3 प्रकार के जीवन है. ജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ जीवन क्या है जानने के लिए മരണം എന്താണെന്ന് അറിയണം. नरक क्या है जानना जरूरी है. മരണം എന്ന് പറഞ്ഞാൽ मृत्यु का मतलब വേർപാടെന്നാണ്. अलग होना. മരണം വേർപാടാണെങ്കിൽ अगर मृत्यु अलग होना है तो ജീവൻ എന്ന് പറഞ്ഞാൽ जीवन का मतलब ഒരുമിച്ചിരിക്കുക എന്നതാണ്. जुड़ के रहना है. उसका അപ്പൊ मतलब ഒന്നാമത്തെ ജീവൻ पहला जीवन ശാരീരിക ജീവനാണ്. शारीरिक जीवन है. മനുഷ്യന്റെ ദേഹവും इंसान का देह, ദേഹിയും उसका प्राण ആത്മാവും और उसका आत्मा ഒരുമിച്ചിരിക്കുന്ന അനുഭവമാണ് एक साथ जब जुड़ जाता है ശാരീരിക ജീവൻ. वो है शारीरिक जीवन. 2 ശാരീരിക മരണം. दूसरा है शारीरिक मृत्यु. എന്താ ശാരീരിക മരണം? शारीरिक मृत्यु का मतलब മനുഷ്യന്റെ ആത്മാവും इंसान की आत्मा, മനുഷ്യന്റെ ശരീരവും उसका शरीर തമ്മിൽ വേർപെടുന്ന वो പ്രക്രിയയാണ് अलग होने की प्रक्रिया जो है ശാരീരിക മരണം. उसको शारीरिक मृत्यु कहते അതുകൊണ്ടാണ് हैं. യാക്കോബ് അപ്പോസ്തലൻ പറയുക, इसलिए याकूब कहता है ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. आत्मा बिना का शरीर जो है निर्जीव है. 2 ആത്മീക ജീവൻ. दूसरा आत्मिक जीवन ചിന്താശേഷിയുള്ളപ്പോൾ, जो जब सोच सकते हैं, മറ്റേ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ ഉള്ളപ്പോൾ, जब जीवन में हलचल होता है, പരിശുദ്ധാത്മ കേൾവി, പരിശുദ്ധാത്മ സഹായത്താൽ, पवित्र आत्मा के मदद से, സുവിശേഷ കേൾവിയാൽ, सुसमाचार के सुनने से, പാപബോധത്താൽ पाप का बोध्य होने से, യേശു കർത്താവിനായി ജീവിതം സമർപ്പിച്ച് यीशु मसीह के लिए अपना जीवन को समर्पित करते हैं. ദൈവവുമായുള്ള परमेश्वर के साथ സജീവമായ സ്നേഹ കൂട്ടായ്മ ബന്ധത്തിൽ एक परमेश्वर का प्यार का जो रिश्ता ഈ है, മണ്ണിൽ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. इस धरती में हम जीते हैं तो ऐसा भी एक അതാണ് जीवन है. ആത്മീക ജീവൻ. वो है आत्मिक जीवन. അത് പ്രാപിച്ച എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്? वो आत्मिक जीवन वाले कितने लोग അവരുടെ यहाँ കരങ്ങൾ उपस्थित ഒന്നുകൂടെ हैं? കാണട്ടെ. वो अपने हाथों को ശബ്ദം उठाकर ഉയർത്തി ദൈവത്തിന് സ്തോത്രം वो ചെയ്യുക. अपने हाथों को उठाकर परमेश्वर की स्तुति करे. എനിക്ക് അവിടെ ധാരാളം ചിന്തകൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, बहुत कुछ बातें बताना है പക്ഷെ വിശദീകരിക്കുന്നില്ല. परंतु मैं ज्यादा ध्यान नहीं चाहूंगा. ആത്മീക ജീവൻ വെപ്പുപല്ല് പോലെ അല്ല. आत्मिक जीवन जो है जबर दिखाने का दांत जैसा नहीं है. ഇപ്പോഴത്തെ വെപ്പുപല്ലല്ല, പണ്ടത്തെ വെപ്പുപല്ല്. अभी के दांत के जैसे नहीं, पुराने जमाने में दिखाने के जादू थे. പണ്ടത്തെ വെപ്പുപല്ലെല്ലാം കല്യാണം, മാസയോ, ഉപവാസ പ്രാർത്ഥന, കൺവെൻഷൻ, 4 ആള് കൂടുന്നിടത്തെല്ലാം ഉണ്ടായിരുന്നു. वो ऐसे दांत हम चिपका सकते थे जो कलीसिया में आते हैं, ऐसे कोई बात संगति में आते तो हम पहन सकते थे. പക്ഷെ ആരും കാണാത്തപ്പോൾ അവൻ വല്ല ലായനിയിലുമായിരുന്നു. लेकिन जब वो कोई देखता नहीं था तो कहीं और चले जाता था. ആത്മീക ജീവൻ 4 ആള് हाँ, वो नकली दांत जब कोई नहीं दिखता तो दांत निकाल कर पानी में डाल देते थे. ആത്മീക ജീവൻ आत्मिक जीवन 4 ആള് കൂടുന്നിടത്ത് കാണിക്കുന്ന അഭിനയങ്ങളല്ല, പ്രകടനങ്ങളല്ല. 4 लोग जब आते हैं तब दिखाने वाला ढोंग नहीं है. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും, रहस्य जीवन में हो या सामाजिक जीवन में हो, നാട്ടിലും, घर में हो, शहर में हो, ലോകത്തെവിടെയാണെങ്കിലും दुनिया में कहीं में भी ദൈവ हो, സാന്നിധ്യത്തെ പിരിയാൻ കഴിയാതെ, परमेश्वर का प्यार से ना अलग होते हुए, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയാതെ, पवित्र आत्मा को दुखी ना करते हुए, സാമീപ്യത്തിൽ നിന്ന് അകലാൻ കഴിയാതെ, परमेश्वर के प्यार से जो अलग नहीं हो सकता, ദൈവവുമായുള്ള സജീവമായ ബന്ധത്തിൽ നമ്മെ മുൻപോട്ട് നയിക്കുന്ന ആത്മമണ്ഡലമാണ് ആത്മീക ജീവൻ. ഇന്ന് രാത്രി അത് കൊതിക്കുന്ന എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. और वो देखिए परमेश्वर के साथ पवित्र बंधन में ना अलग होने वाली ऐसी बातों में जुड़े हुए उस परमेश्वर के प्यार कितने लोगों के अंदर है, मैं अपने हाथों को उठाकर देखना चाहता हूं. और परमेश्वर की स्तुति करें आप. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തേത് ആത്മീക മരണം. दूसरा है आत्मिक मृत्यु. സുബോധമുള്ളപ്പോൾ, जब हम होश में हैं, ചിന്താശേഷി ഉള്ളപ്പോൾ, हम जब सोच सकते हैं, വചനം കൂടെ കേട്ടിട്ട് वचन बार बार देखने के बाद ബോധപൂർവം जानबूझकर ദൈവ സാന്നിധ്യത്തിൽ നിന്നും, परमेश्वर की हुजूरी ദൈവ से, സാമീപ്യത്തിൽ നിന്നും परमेश्वर की हुजूरी से അകന്നു കഴിയുന്ന അനുഭവമാണ് दूर होने वाली अवस्था है ആത്മീക മരണം. आत्मिक मृत्यु. മൂന്നാമത്തേത്, तीसरा, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ, सब ध्यान से सुने, നിത്യജീവൻ. अनंत जीवन. എന്താ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? अनंत जीवन का मतलब क्या है? നിത്യജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ अगर वो जानना है तो എന്തിനാ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുന്നെന്ന് അറിയണം. ये जानना जरूरी है कि हम स्वर्ग में क्यों जाएं. ഒരു നല്ല ആമേൻ ഒന്ന് പറ. अब आमीन बोले. എന്തിനാ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുന്നത്? क्यों हम स्वर्ग में जाना है? ചിലര് സ്വർഗ്ഗത്തിൽ പോകാനിരിക്കുന്നത്
कई लोग इसलिए स्वर्ग में जाना चाहते हैं, മുത്തു പവിഴം മാണിക്യം മരതകം ഗോമേതകം പുഷ്യരാഗം ഇന്ദ്രനീലം എന്നിങ്ങനെ നഗവർണികളോടുകൂടെ തീർത്ത സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്ക താഴിക കുടങ്ങളുള്ളതുകൊണ്ടാണ്. वहां पे देखिए सोना चांदी जैसे बहुमूल्य पत्थर से सजाया हुआ जो रास्ता है उसके वो देखने के लिए जाना चाहते हैं. സ്വർഗ്ഗത്തിൽ പോകാനിരിക്കുന്നത് സ്വർണ്ണത്തെരുവീതി ഉള്ളതുകൊണ്ട്. कई लोग इसलिए जाना चाहते हैं क्योंकि सोने का मार्ग है वहां എനിക്ക് पर. ഇന്നും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. आज भी मुझे समझ में नहीं आता. നിന്മരണം കൊണ്ടെന്റെ വണ്ണരകം നീ അകറ്റിന്ന് പാടുമ്പോൾ ഊർക്കം വലിച്ചുറങ്ങി. ये तेरे मृत्यु से तूने मेरे मृत्यु को हटाया, ऐसा जब गाना गाते हैं वो व्यक्ति उस समय पर सोता रहता है. മണിമാല അവൻ എനിക്ക് തരുമെന്ന് പറയുമ്പോൾ ചാടുകയും जब ये गाना की दूसरा लाइन ये कहता है कि तू मुझे चांदियों से भर देगा, एकदम कैसे जागृत हो जाते हैं. ഇത് പാടുമ്പോൾ ചാടിക്കോ. ये गाना के समय तुम कूदो नाचो जो भी करो, പക്ഷെ അത് പറയുമ്പോൾ ഉറങ്ങുന്ന ആത്മീയതയ്ക്ക് എന്തോ വികലത ഇല്ലേ. परंतु ऐसी दूसरी बातों जब आत्मिक बातें करते हैं तब आप सो जाते हैं, उसमें कुछ न कुछ गड़बड़ है. മണിമാല തരുന്നത് കൊണ്ടല്ല ചാടുന്നത്. കുഞ്ഞാടേ അങ്ങ് അറുക്കപ്പെട്ടു. അങ്ങയുടെ രക്തഹേതുവായി ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി അധരം തുറന്ന് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ മനസ്സുള്ള എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. और देखिए इसलिए नहीं कि वो सोना चांदी से हमें मालामाल करेगा, लेकिन देखिए मेमना मारा गया और उसके लहू से हमें शुद्ध किया. वो कितने लोग ये समझकर जो है परमेश्वर की स्तुति करने के लिए मेरे साथ तैयार हैं. പ്രിയരേ, ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ. अब मेरी बातों को ध्यान से सुनिए. മരണാനന്തര ജീവിതത്തെ കുറിച്ച് പൗലോസ് എന്താ പറയുന്നത്? मृत्यु के बाद के जीवन के बारे में पौलुस के कहते हैं, വിട്ടുപിരിഞ്ഞാൽ. अगर अलग हो जाए, എല്ലാവരും നല്ല ആമേൻ പറഞ്ഞേ. आमीन बोले. വിട്ടുപിരിഞ്ഞാൽ अलग होने के बाद ക്രിസ്തുവിനോട് കൂടെ. अगर अलग है तो मसीह के साथ. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് स्वर्ग को कौन सी बात स्वर्ग बनाता है? പുത്തനാം യെരൂശലേം അല്ല. नया यरूशलेम അവിടെ नहीं, സ്വർണ്ണത്തെരുവീതി അല്ല. वहां के सोना चांदी नहीं, അനന്തകോടി ദൂതന്മാരല്ല. करोड़ों करोड़ों दूत नहीं, മരിച്ച വിശുദ്ധരുടെ ആത്മാക്കളുമല്ല. मरे हुए संत लोगों की आत्मा അതൊക്കെ नहीं. അവിടെ ഉണ്ട്. ये सब ठीक है वहां पर പക്ഷേ है, പൗലോസ് പറയുകയാണ്, लेकिन पौलुस कहता है സ്വർഗം സ്വർഗമാകുന്നത് स्वर्ग को स्वर्ग बनाने वाली യേശു അവിടെ ഉള്ളത് കൊണ്ടാണ്. यीशु वहां पे है. എത്ര പേർക്ക് इसलिए എന്നോട് ചേർന്ന് ആമേൻ പറയാൻ कितने കഴിയും? लोग मेरे साथ मिलकर आमीन बोल सकते हैं? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? अनंत काल का मतलब ഇനി क्या है? ഒരിക്കലും अभी कभी भी എന്റെ ദൈവത്തെ പിരിയാതെ मेरे परमेश्वर को ना छोड़े हुए എന്നേക്കും हमेशा के लिए ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതമാണ് परमेश्वर के साथ हमेशा जीने वाला जीवन है. നിത്യജീവൻ. वो है अनंत जीवन. അത് തരാനാ ദൈവം നമ്മെ സ്നേഹിച്ചത്. वो देने के लिए परमेश्वर ने हमें प्यार किया. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ ഈ രാത്രി മനസ്സുണ്ട്. कितने लोग मेरे साथ मिलकर आमीन कहेंगे? രണ്ട്, दूसरी बात, നശിച്ചു പോകാതിരിക്കാൻ ശ്രമിക്കുക. नाश ना होने के लिए. എന്താ ഇന്ന് നാശം എന്ന് പറഞ്ഞു? नाश का मतलब क्या വളരെ है? ശ്രദ്ധിച്ച് കേൾക്കണം. ध्यान से देखें. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് स्वर्ग को कौन सी चीज स्वर्ग बनाती है? യേശുവിന്റെ സാന്നിധ്യമാണ്. यीशु मसीह के कारण. നരകത്തെ परंतु നരകമാക്കുന്നത് नरक को नरक बनाने അവിടുത്തെ वाला, പുഴുവല്ല, वहाँ का जीव जंतु नहीं, കൃമിയല്ല, वहाँ के जीव जंतु नहीं, തീയല്ല. आग नहीं, തീയും കൃമിയും പുഴുവും അവിടെ ഉണ്ട്. वहाँ के जीव जंतु आग सब है. പക്ഷെ നരകത്തെ നരകമാക്കുന്നത് परंतु नरक को नरक बनाने वाला ഇതൊന്നും അല്ല. ये कुछ नहीं है. പിന്നെ എന്താണെന്നറിയാമോ? फिर क्या है पता है? യേശുവിന്റെ സ്നേഹ സാന്നിധ്യമില്ലായ്മയാണ്. यीशु मसीह का प्यार भरा हुजूरी वहाँ पर नहीं है. രണ്ട് തെസ്സലോനിക്ക ലേഖനം പെട്ടെന്ന് दूसरे വായിച്ചോളൂ. तेस्सलोनिकी की किताब, രണ്ട് തെസ്സലോനി उसका दूसरे तेस्सलोनिकी 1:9-10. 1 का 9 और 10 पढ़े. ഹല്ലേലൂയ. हालेलुया. രണ്ട് തെസ്സലോനി 1:9-10. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും തങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. और देखिए परमेश्वर की शक्ति और सामर्थ पर जो विश्वास नहीं करते, सुसमाचार पर विश्वास नहीं करते, वो अनंत विनाश का दंड पाए. എല്ലാവരും എന്നെ മുഖത്തോട് നോക്കിയേ. सब लोग मेरी ओर देखें. നിത്യനാശം എന്ന് അവിടെ നിർവചിച്ചിരിക്കുന്നത് वहां पर जो अनंत नाश लिखा है, നരകത്തെ वो കുറിച്ചാണ്. अनंत काल का नरक के लिए. നരകത്തിന്റെ പ്രത്യേകത എന്താ? उसकी खासियत क्या है? യേശുവിന്റെ സന്നിധാനവും वहां पर यीशु मसीह की जो बात है, അവന്റെ മഹത്വത്തോടു കൂടിയ വല്ലഭത്വവും വിട്ടകന്ന്, उसकी महिमा को जो छोड़कर. അപ്പൊ നരകത്തെ നരകമാക്കുന്നത് എന്താ? मतलब नरक को क्या चीज नरक बनाती है? ഒരിക്കലും അവിടെ നിന്നൊരു മടങ്ങി വരവില്ലാതെ, मतलब वहां से कभी भी कोई लौट नहीं सकता, ഒരിക്കലും ദൈവത്തോട് അടുക്കാൻ കഴിയാതെ, कभी भी परमेश्वर के निकट नहीं आ सकता. എന്നേക്കും ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്ന അനുഭവമാണ്
हमेशा के लिए परमेश्वर से अलग होने वाली बात है। നിത്യനാശോ वो अनंत काल का ആ नाश, നിത്യനാശത്തിൽ നാം നിബദിക്കാതിരിക്കാനാണ്. वो अनंत नाश में ना जाने के ആ लिए, നിത്യ നരകത്തിൽ നാം പോകാതിരിക്കാനാണ്. वो नरक में हमें नहीं भेजने के लिए ദൈവം തന്റെ പുത്രനെ മനുഷ്യനായി മണ്ണിൽ അയച്ച് ക്രൂശിൽ തകർത്ത് നമ്മെ സ്നേഹിച്ചത്, ആ സ്നേഹത്തിന് സ്തോത്രം എന്ന് പറയാൻ ഈ രാത്രി മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? ആ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. और हम नाश ना हो इसलिए परमेश्वर ने देखिए अपने पुत्र को इस पृथ्वी पर भेजा, क्रूस पर मारा, और उस त्याग को स्तुति करने के लिए कितने लोग मेरे साथ तैयार हैं? ഹല്ലേലൂയ. हालेलुया। എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് सब लोग अपनी जगह पर खड़े हो जाएं। നമ്മുടെ സമയം ഇവിടെ തീരും. हमारा समय यहाँ समाप्त होने लगा। എല്ലാവരും ദൈവസന്നിധിയിൽ, सब लोग खड़े हो जाएं। എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക. सब लोग अपनी जगह पर खड़े हो जाएं। സഹോദരങ്ങളെ, ഇന്ന് രാത്രി हे भाइयों, आज रात के दिन ദൈവത്തിന്റെ സ്നേഹം परमेश्वर का प्यार जो है എത്രയോ ശ്രേഷ്ഠമാണ്. कितना श्रेष्ठ है। ദൈവം നമ്മെ എത്ര ആഴമായി देखिए परमेश्वर हमें कितना गहराई से प्यार करता है। വേദപുസ്തകത്തിന്റെ ആകത്തുകയാണ് ആ വാക്ക്. देखिए परमेश्वर का वचन का नींव है ये वचन। തിരുവെഴുത്ത് പറയുന്നു, परमेश्वर का वचन कहता है ദൈവം സ്നേഹം തന്നെ, परमेश्वर प्यार है। അവർണ്ണനീയമായ സ്നേഹത്തിന്, उसका प्यार जो है वर्णन नहीं कर सकते। നിസ്സീമമായ സ്നേഹത്തിന് वो हमेशा का जो प्यार എന്റെ है। ദൈവത്തിന് സ്തോത്രം എന്ന് പറയാം. हम परमेश्वर को स्तुति करने के लिए സന്തോഷമുള്ള ദൈവമക്കൾ कितने लोग आनंद के കയറിനോട് साथ ചേർന്ന് मेरे साथ मिलकर കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് ताली बजाकर अपने जबान को ഒരുമിച്ച് खोलकर പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുക. एक साथ मिलकर गाकर परमेश्वर की स्तुति करें। എല്ലാവരും അവരോട് ചേർന്ന് ദൈവത്തിന് നന്ദി सब പറയാം. लोग इनके साथ मिलकर परमेश्वर की स्तुति ദൈവത്തിന്റെ करें। സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന ഒരു അനുഗ്രഹീതമായ ഗാനം परमेश्वर का प्यार को दर्शाने वाला एक गाना ചേർന്ന് പാടി കർത്താവിന് സ്തോത്രം ചെയ്യാം. एक साथ मिलकर गाकर परमेश्वर की स्तुति എല്ലാ करें। കരങ്ങളും ചലിക്കട്ടെ. सब लोग अपनी जबान को खोलकर परमेश्वर की स्तुति करें। കരങ്ങളും അടിച്ചു सब लोग തുടങ്ങട്ടെ. ताली बजाएं। കയർ ചേർന്ന് പാടി ദൈവത്തിന് നന്ദി एक साथ मिलकर जो है परमेश्वर की स्तुति करेंगे। हालेलुया। ഓ ദൈവമേ, നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാം. ദൈവമേ, നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാനെത്ര ബഹുലമത്. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാനെത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ. ഓ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ച് പാലിച്ചിടും അവ സ്നേഹമതുല്യമഹോ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും അവ സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ഓ എന്തതിശയമേ എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ.